ഓക്കെ, നമുക്ക് തുടങ്ങാം. എല്ലാവരുടെ കയ്യിലും ബുക്കും പെന്നും ഉണ്ടാവണം ട്ടോ. കാരണം ഇന്ന് കുറെ പ്രധാനപ്പെട്ട ടേംസുകൾ നിങ്ങൾ മനസ്സിലാക്കുകയും എഴുതിയിരിക്കേണ്ടത് ഇതാണ്. പ്രധാനപ്പെട്ട ഒരുപാട് ടേംസുകൾ. അപ്പൊ എല്ലാവരുടെ കയ്യിലും ബുക്കും പെന്നും ഉണ്ടാവണം. ഓക്കെ. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതും നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ഗൂഗിൾ ആഡ്സിനെ കുറിച്ചിട്ടാണ് ട്ടോ. ഗൂഗിൾ ആഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ ഡിസ്കഷൻസും. ഒരു സെക്കൻഡ്, ഞാനൊരു സാധനം കൂട്ടി, പ്രധാനപ്പെട്ട ഒരു സാധനം വേണമെങ്കിൽ ആഡ് ചെയ്തിടാം. ഗൂഗിൾ ആഡ്സിന്റെ ILT ക്ലാസ് PPT, ഗൂഗിൾ PPC, ഇതിന്റെ PPT അതല്ലല്ലോ. ഓക്കെ, ഒരു സെക്കൻഡ്. ഗൂഗിൾ ആഡ്സ് ബിൽഡിംഗ്, ഗൂഗിൾ ബേസിക്സ്. സാധനമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ PPT-യിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത്. ഓക്കെ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കോർഡർ ക്ലാസ് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കണം. റെക്കോർഡർ ക്ലാസ്സുകൾ കിട്ടിയെന്ന് വിചാരിക്കണം. നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്ന വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ, പ്ലീസ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക. ഗ്രൂപ്പിൽ ചോദിക്കണമെങ്കിൽ ചോദിക്കുക, ഇൻഡിവിജ്വലി ചോദിക്കണമെങ്കിൽ ചോദിക്കാം. സോറി. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. കാരണം ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞതാണ്, ആദ്യമായിട്ടാണ് ഒരു എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു കോൺസെപ്റ്റിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യണ വേറൊരു കോൺസെപ്റ്റ് ആണ്. എങ്ങനെ നിങ്ങളുടെ ഏജൻസിനെയൊക്കെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അടുത്ത ലെവലിൽ കൊണ്ടുപോകാം, നിങ്ങളുടെ മിസ്റ്റേക്കുകൾ എങ്ങനെയൊക്കെയായിട്ട് ഇവരൊക്കെയായിട്ട് കൊളാബ് ചെയ്യാം, എങ്ങനെയൊക്കെയായിട്ട് ഇവരോട് സംസാരിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഗെയിം, ഇതൊക്കെയാണ് ഈ വർക്ക്ഷോപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നതും ചിന്തിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഗൂഗിൾ ആഡ്സ്? നിങ്ങൾക്ക് ഇതുമായി ഇതൊരു വലിയ ടോപ്പിക്കാണ്. നോട്ട് ഓൺലി ഗൂഗിൾ ആഡ്സ്, ഈച്ച് ആൻഡ് എവറി ടോപ്പിക് ഈസ് സോ ബിഗ്, അത് അത്രക്ക് വാസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഡേ 3-ൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഗൂഗിൾ ആഡ്സ്, അഡ്വാൻറ്റേജ് ഓഫ് ഗൂഗിൾ ആഡ്സ്, കീ ടേംസ്, ഹൗ ടു സെറ്റപ്പ് എ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട്, ബഡ്ജറ്റിംഗ് സ്ട്രാറ്റജി, അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെന്റ് വർക്കിംഗ് മോഡൽസ്, മാനേജർ അക്കൗണ്ട് എന്താ, ബിഡിംഗ് സ്ട്രാറ്റജി, റോൾ ഓഫ് ലാൻഡിംഗ് പേജസ്, കൺക്ലൂഷൻസ്. അതായത് ഒരു കോമൺ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ടും ചോദിക്കാം. കാരണം ഞാൻ ഒരുപാട് ഗൂഗിൾ ആഡിൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ സെക്ടറിൽ തന്നെ ഞാൻ അപ്രോക്സിമേറ്റ്ലി 25 crore സ്പെൻഡ് ചെയ്തേക്കണം, എഡ്യൂക്കേഷൻ സെക്ടറിൽ തന്നെ. പിന്നെ ഞാൻ ജെറ്റ് എയർവേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഞാൻ ഏകദേശം ഒരു 20-25 കോടി രൂപയോളം ഡിജിറ്റലി സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അത് എഡ്യൂക്കേഷൻ സെക്ടറിൽ ഞാൻ അതുമാത്രം ഡിജിറ്റലി ആഡ് സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആക്ച്വൽ ഗെയിം എന്താണെന്നുള്ളത് പറയണേ. ഓക്കെ, അപ്പൊ ബേസിക്കലി ഇത്തരം ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലത്തെ കീവേഡ് ടൂളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് എന്ത് കാര്യം നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
നമുക്കറിയാം ഗൂഗിൾ ആഡ് എന്ന് പറഞ്ഞാൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് പേപ്പർ ക്ലിക്ക്. നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കേട്ടോ. ഗൂഗിൾ ആഡ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് പേപ്പർ ക്ലിക്ക്. പേപ്പർ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ PPC. ആ ടേമുകൾ നിങ്ങൾ ഫെമിലിയർ ആവണം. കാരണം വെൻ യു വർക്ക് വിത്ത് ഏജൻസി, വെൻ യു വർക്ക് വിത്ത് ഡിജിറ്റൽ മാർക്കറ്റർ, നിങ്ങൾ ഈ ടേമുകളൊക്കെ ഓൾമോസ്റ്റ് എവറി ഡേ നിങ്ങൾ കേൾക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യണം. ഓക്കെ. ഇനി നിങ്ങൾക്ക് എത്രയോ പ്രൊഡക്റ്റ് നോളജ് ഉണ്ടോ അത്രയ്ക്ക് എഫിഷ്യന്റിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനും പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ആരായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്, ദേ വിൽ ടേക്ക് യു വെരി സീരിയസ്ലി. കാരണം ദേ നോ ദാറ്റ് യു നോ എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ഗൂഗിൾ ആഡ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ. അപ്പൊ PPC ഗൂഗിൾ ആഡിനെ പറയുന്ന ഒരു പേരാണ് PPC, അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് പേപ്പർ ക്ലിക്ക്. പേപ്പർ ക്ലിക്ക്, ഒരു ക്ലിക്കിനാണ് നമ്മൾ ഗൂഗിളിന് പൈസ കൊടുക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് സ്പോൺസേഡ് ആഡ്. സ്പോൺസേഡ് ആഡ്. ഓക്കെ. അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് പെയ്ഡ് ആഡ്. ഇതൊക്കെ ഇതിന്റെ ടേമുകളാണ്. പെയ്ഡ് ആഡ്, സ്പോൺസേഡ് ആഡ്, ഗൂഗിൾ ആഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ഇത് നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ടോപ്പിൽ 7 ആഡ് വന്നിട്ടുണ്ടല്ലോ. ടോപ്പിൽ എത്രയാ? 4 ആഡ് ഉണ്ടാവും. അതുപോലെ ഫുട്ടറിൽ ആഡ് ഉണ്ടാവും. ഞാനിപ്പോ അത് കാണിച്ചു തരാം. ക്ലിയർ ആയല്ലോ? ഇതാണ് ബേസിക്കലി ഗൂഗിൾ ആഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഗൂഗിളിൽ ഞാനത് കാണിച്ചു തരാം. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ഗൂഗിളിന്റെ പവർ അറിയണമെങ്കിൽ ഒന്നുമില്ല, ഗൂഗിളിന്റെ പവർ ഇതിൽ തന്നെ അതിന്റെ പവർ നിങ്ങൾക്ക് അറിയാം. 8.5 ബില്യൺ സെർച്ചസ് ആണ് ഒരു ദിവസം നടക്കണം ഗൂഗിളിൽ. 8.5 ബില്യൺ. അതായത് 2022 ഡേറ്റ ഉണ്ടോ? അതായത് 850 കോടി സെർച്ചാണ് ഒരു ദിവസം ഗൂഗിളിൽ നടക്കുന്നത്. ഇപ്പൊ അത് ഏകദേശം 1000 കോടി ആയിട്ടുണ്ടാവാം. ഒരു ദിവസം ഗൂഗിളിൽ നടക്കുന്ന സെർച്ചാണ്. അപ്പൊ അത്രയ്ക്ക് പവർഫുൾ മീഡിയ ആണ് ഗൂഗിൾ. ഞാൻ നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞതാണ് ഗൂഗിൾ ഡോമിനേറ്റ്സ് ദ മാർക്കറ്റ് എന്നല്ലേ. ഗൂഗിൾ 95% നമുക്ക് ആൾക്കാർ ഗൂഗിൾ ഉപയോഗിക്കുന്നത്. ആ ഗൂഗിളിൽ ഒരു ദിവസത്തെ സെർച്ചാണത്. ഓക്കെ. അപ്പൊ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രസൻസ് അവിടെ ഇല്ലെങ്കിൽ വി ആർ മിസ്സിംഗ് പൊട്ടൻഷ്യൽ കസ്റ്റമർ. ഓക്കെ. നമ്മൾ എല്ലാവരും കാണുന്നതാണ്, നമ്മൾ ഇല്ലാത്തോടത്ത് പോയി നമ്മൾ അഡ്വർടൈസ് ചെയ്യാൻ നോക്കണം. നമ്മളെ തേടി വരുമ്പോൾ നമ്മൾ അവിടെ കാണിച്ചു നോക്കി, ദേ വിൽ കൺവേർട്ട് ഓർ ദേ വിൽ ടേക്ക് അഡ്മിഷൻ. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് ആഡ് കാണുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ നിങ്ങൾ ആഡ് കാണും. കണ്ടോ? ഇതിന് ആഡ് എന്നാണ് പറയുന്നത്. കണ്ടോ? ഒരാഡ്, 2 ആഡ്, 3 ആഡ്. ടോപ്പിൽ അത് എഴുതി വെച്ചോളൂ. ടോപ്പിൽ മാക്സിമം 4 ആഡ് ആണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ 3 കാണിച്ചിട്ടുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് ആഡ്, ഇവിടെ ക്ലിയർലി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ദിസ് ഇസ് ആഡ് എന്ന്. ആഡ് എന്ന് കാണിച്ചാൽ അത് പെയ്ഡ് ആണ്. നോട്ട് ദ പോയിന്റ്. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒരാഡായിരിക്കും കാണാം, ചില സാഹചര്യങ്ങളിൽ 2 ആഡായിരിക്കും കാണാം, ചില സാഹചര്യങ്ങളിൽ 3 ആഡായിരിക്കും കാണാം, ചില സാഹചര്യങ്ങളിൽ 4 ആഡ്. 4 ആഡിൽ കൂടുതൽ നിങ്ങൾ കാണൂല, ചിലപ്പോൾ ഒറ്റ ആഡും കാണൂല. ഇഫ് ദർ ആർ ആഡ്സ് നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഫൂട്ടറിലും ആഡ് കാണാം. അതായത് നിങ്ങൾക്കറിയാം ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ 10 റിസൾട്ടാണ് വരണേ. താഴെ ഫൂട്ടറിലും നിങ്ങൾ ആഡ് കാണാം. അവിടെയും ആഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഫൂട്ടറിൽ മാക്സിമം 3 ആഡ്സ് ആയിരിക്കും വരാം. ഹെഡറിൽ മാക്സിമം 4 ആഡ്, ഫൂട്ടറിൽ മാക്സിമം 3 ആഡ്. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ നിങ്ങൾ തംസപ്പ് അടിക്കും. നിങ്ങളൊന്ന് ഒരു എൻഗേജ് ആയിട്ടിരിക്കും. അപ്പൊ ഇത്ര എൻജോയ് ചെയ്യും. ഞാൻ ഇന്ററാക്റ്റീവ് സെഷൻസ് എടുക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ
മറ്റ് ശരിക്കുള്ള ഒറിജിനൽ ക്ലാസ് എന്ന് പറയുന്നത് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സാണ്. ഞാനല്ല, നിങ്ങളാണ് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സെഷൻസ് ആണ് എൻ്റെ ശരിക്കുള്ള ലൈവ് ക്ലാസ്. ക്ലിയർ? ഞാൻ ഒന്നും നിങ്ങളാണ് ചെയ്യുക. ഞാൻ ഇങ്ങനെ പറയാം, അവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, നിങ്ങളെ കൊണ്ട് ചെയ്ത് എക്സ്പെർട്ട് ആവുന്ന സെഷനാണ് എൻ്റെ ശരിക്കുള്ള ലൈവ് മെയിൻ ക്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് കാര്യങ്ങൾ നല്ല ക്ലാരിറ്റിയോട് കൂടി ചോദിക്കണം. അപ്പൊ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടോ കോഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ കാണാം. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ആഡ് എന്ന് പറഞ്ഞാൽ ആഡിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആഡിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ആഡിന്റെ ഡെഫിനിഷൻ. നിങ്ങൾ എഴുതി വെച്ചോ. ഇറ്റ്സ് എ വെരി ഗുഡ് ഇൻഫോർമേഷൻ ആണ്. നിങ്ങളൊരു എഡ്യൂക്കേറ്റർ ആണ്. യു വാണ്ട് ടു പ്രൊമോട്ട് യുവർ പ്രൊഡക്ട്സ്. യു വാണ്ട് ടു നോ മോർ അബൌട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. യു വാണ്ട് ടു സ്കെയിൽ അപ്പ്. യു ഷുഡ് നോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിലെ ബേസിക് ടേമുകളാണ്. നിങ്ങളൊരു വലിയൊരു ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് സംസാരിക്കാൻ ചെല്ലണോ? ഒരു ഡിജിറ്റൽ ഏജൻസി ആയിട്ട് സംസാരിക്കാൻ ചെല്ലണോ? ഇഫ് കനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ ടോക്കിംഗ്, നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. വാട്ട് എവർ ദേ സേ നിങ്ങൾ ഓക്കെ 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 എന്ന് പറയും. നിങ്ങളത് ക്രിയേറ്റീവായിട്ട് അതിൽ പറയുകയും കമന്റുകൾ പറയുകയും ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ദേ വിൽ ടേക്ക് യു മോർ സീരിയസ്ലി. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത്. എനിക്കറിയാത്ത മേഖലകളിൽ ഞാൻ ചെല്ലുമ്പോൾ അവരെന്നെ ലിറ്ററലി ഫൂൾ ചെയ്യാറുണ്ട്. നമ്മുടെ മേഖല അല്ലാത്ത മേഖലയിൽ ചെല്ലുമ്പോൾ ചെയ്ത് കഴിഞ്ഞ് വേണം അറിയണം, അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ നിങ്ങളൊരു ടേം പറഞ്ഞ് ഡിജിറ്റൽ വേൾഡ് ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, നിങ്ങൾ തുടക്കത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇഫ് ദർ ആർ 100 ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, നിങ്ങൾക്ക് 125 ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഡ് കാണാം. അതായത് ഒരാളെ 2 പ്രാവശ്യം തന്നെ ആഡ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ എവരിബഡി ഈസ് ഓൺ ഡിജിറ്റൽ. നിങ്ങൾ അതിലേക്ക് മനസ്സിലാക്കാനോ ലേറ്റ് ആവോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയ്ക്ക് പുറകോട്ട് പോകുന്നതാണ് അർത്ഥം. ഓക്കെ. അപ്പൊ ഒരു ആഡ് എന്ന് പറഞ്ഞാൽ അത് ഇത്തരം കാര്യങ്ങളാണ്. അത് എഴുതിയെടുക്കുക. ആഡിന്റെ ഡെഫിനിഷൻ ആണ് ഞാനിത് പറഞ്ഞ ഫൈനൽ URL, ഹെഡ്ലൈൻ 1, ഹെഡ്ലൈൻ 2, ഹെഡ്ലൈൻ 3, ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷൻ 1, ഡിസ്ക്രിപ്ഷൻ 2. ഫൈനൽ URL എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഒരു ആഡ് കണ്ടോ? ഈ ആഡ് ഇടുമ്പോൾ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജിൽ വന്ന് ലാൻഡ് ചെയ്യും. ആ പേജിനെയാണ് ഫൈനൽ URL ഓർ ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അതാണ് ഫൈനൽ URL ഓർ ലാൻഡിംഗ് പേജ്. ഓക്കെ. ഇനി അടുത്തതാണ്, അതിലൊരു പ്രധാനപ്പെട്ടതാണ് ഹെഡ്ലൈൻ 1. ഞാൻ ബ്രാക്കറ്റിൽ 30 എന്ന് എഴുതിയിട്ടുണ്ട്. ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ എത്ര? 30 ക്യാരക്ടേഴ്സ്. കണ്ടോ? ഇതാണ് ഹെഡ്ലൈൻ 1. ചാൾട്ടൺ കോളേജ് ഓഫ് ബിസിനസ്. ഇതിനാണ് ഹെഡ്ലൈൻ 1. മാക്സിമം 30 ക്യാരക്ടേഴ്സ് വരുള്ളൂ മാക്സിമം. ഇനി അടുത്തതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹെഡ്ലൈൻ 2. ഹെഡ്ലൈൻ 1, ഹെഡ്ലൈൻ 2. ഇത് നിങ്ങൾ ഈ ഹെഡ്ലൈൻ 1ഉം 2ഉം ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ഇവിടെ എന്തിട്ടിരിക്കണേ? ഈ ഹൈഫൺ തന്നെ. ഇവിടെ ഒരു ഹൈഫൺ കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ഹൈഫൺ കാണാം. കണ്ട, ഇത് ഹെഡ്ലൈൻ 1. അതേപോലെ ഇത് ഹെഡ്ലൈൻ 2. ചില ആഡുകളിൽ നിങ്ങൾ ഇവിടെ ഒരു ഹെഡ്ലൈൻ കൂടി കാണും. അതാണ് ഹെഡ്ലൈൻ 3. ക്ലിയർ ആയാലോ? അപ്പൊ ഇതൊക്കെയാണ് ഒരു ബേസിക് ആഡിന്റെ കാര്യങ്ങൾ. ക്ലിയർ? അപ്പൊ ഞാൻ ഇവിടെ 3 ടേം പറഞ്ഞു. ഒന്ന് ഫൈനൽ URL, ഹെഡ്ലൈൻ 1, ഹെഡ്ലൈൻ 2, ഹെഡ്ലൈൻ 3. അടുത്തതാണ് ഡിസ്ക്രിപ്ഷൻ 1. ഡിസ്ക്രിപ്ഷൻ 1 എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ? ഇവിടെ നോട്ട് ഏകദേശം ഇവിടെ വരെ കാണും ഡിസ്ക്രിപ്ഷൻ 1. അത് 90 ക്യാരക്ടേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോട്ട് ഇവിടം വരെ ചെല്ലുന്നതാണ് ഡിസ്ക്രിപ്ഷൻ 2. അതും 90 ക്യാരക്ടേഴ്സ് ആണ്. ഇതിനെ മൊത്തത്തിൽ പറയുന്നതാണ് ആഡ്. അപ്പൊ ഒരു ആഡിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ തിങ്സ് ഫസ്റ്റ് കം ടു യുവർ മൈൻഡ്. ഗൂഗിൾ ആഡ്, സെർച്ച് ആഡ്, ഇതിനെ പറയുന്നതാണ് സെർച്ച് ആഡ്. സെർച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങളെ ആഡ് വരാ. പലതരത്തിലുള്ള ആഡ് ഉണ്ട്. യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ആഡ് ഉണ്ട്. ദാറ്റ് ഇസ് ഡിഫറെന്റ് ആഡ്. വീഡിയോ ആഡ്. ഇത് സെർച്ച് ആഡ്. ക്ലിയർ ആയല്ലോ? ഇതാണ് ബേസിക്കലി ഒരു ആഡിന്റെ ഡെഫിനിഷൻ.
അപ്പൊ നിങ്ങൾ എന്താണ് ആഡ് എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ആഡ്, ആഡിന്റെ ഓരോ എലമെന്റ്സും. ഇത് ഇത്ര ഉണ്ടെങ്കിലാണ് ഒരു ബേസിക് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒരു ഇമേജ് ഒക്കെ കാണാം. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ആഡ് ആണ്. പക്ഷെ ഇത്ര ഉണ്ടെങ്കിലാണ് ബേസിക് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. എന്താണ് ആഡ് എന്നുള്ളത് ആർക്കൊക്കെ മനസ്സിലായി? മനസ്സിലായവരായവരൊന്ന് തംസപ്പ് അടിക്കുക. എന്താണ് ആഡ് എന്ന് മനസ്സിലായവർ തംസപ്പ് അടിക്കുക. അല്ലെങ്കിൽ ചാറ്റിൽ റിപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് മീ. എന്താണ് ആഡ്? എവരിബഡി ഈസ് ക്ലിയർ? ഓക്കെ ഓക്കെ ഗുഡ്. നിങ്ങൾ എല്ലാ ഇതിലും ഒന്ന് നിങ്ങൾക്ക് ചിലർക്ക് അറിയുന്ന ടേമുകൾ ഉണ്ടാവും, അറിയാത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലാണ് എനിക്ക് നിങ്ങളുടെ ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ ചില കാര്യങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബേസിക് ആഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഗൂഗിൾ ആഡ്സ്. ഭയങ്കര സംഭവം. നിങ്ങൾ വിചാരിക്കണ പോലത്തെ സാധനമല്ല ഗൂഗിൾ ആഡ്സ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് SEOനെ കുറിച്ചിട്ടാണ് അല്ലെ? നമ്മുടെ കീവേഡുമായി സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റിനെ മോളിൽ കൊണ്ടുവരാം. അത് ആഡിന്റെ താഴെ വരാം. SEOന്റെ പ്രത്യേകത എന്താ അറിയാമോ? ചിലപ്പോൾ എല്ലാ കീവേഡും നമ്മുടെ ടോപ്പിൽ വരണം എന്നില്ല. ചിലപ്പോൾ മാസങ്ങൾ എടുക്കും. ചിലപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാവും. ചിലപ്പോൾ വരണം എന്നില്ല. എല്ലാവരും ചെയ്യണമെന്ന് വരണം എന്നില്ല. ഒരുപാട് സൈറ്റുകളുണ്ട്. ഒരെണ്ണമാണ് ഫസ്റ്റ് കാണിക്കാൻ പറ്റും. ഒരു ടോപ്പ് 10ൽ 10 കാണിക്കാൻ പറ്റും. ഇഫ് ദർ ആർ 100 വെബ്സൈറ്റ് അല്ലെങ്കിൽ 100 കോമ്പറ്റീറ്റർ, Google cannot display all the 100 sites in one page. ഇവിടെ അപ്പൊ ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരില്ല, ചിലപ്പോൾ വന്നിട്ട് നാളെ വേണമെങ്കിൽ ഡിസപ്പിയർ ചെയ്യാം. അങ്ങനെ ലോട്ട് ഓഫ് സോ മെനി തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ SEO. ഒരു ഗ്യാരണ്ടി ഇല്ല. ക്ലിയർ? ഗൂഗിൾ ആഡിന്റെ പ്രത്യേകത ടാർഗറ്റഡ് ടു റീച്ച്. കണ്ട, ഷോ ആഡ്സ് ടു ദി റൈറ്റ് ഓഡിയൻസ് യൂസിങ് കീവേഡ്സ്, ലൊക്കേഷൻ, ഡെമോഗ്രാഫിക്സ് ആൻഡ് ഇൻട്രസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നമ്മൾ ക്യാമ്പയിൻ ഒക്കെ ചെയ്തപ്പോൾ നിങ്ങളുടെ ഗോൾ എന്താ, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്താണ് നിങ്ങളോട് ഞാൻ പഠിക്കാൻ പറഞ്ഞ, മനസ്സിലാക്കാൻ പറഞ്ഞ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, നിങ്ങൾക്ക് അമേരിക്കയിൽ നിന്നാണ് എൻക്വയറി വരേണ്ടതെന്ന് വിചാരിച്ചാല് അമേരിക്കയിൽ ആരെങ്കിലും പർട്ടിക്കുലർ ടേം സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആഡ് അവിടെ കാണിക്കും. എന്തൊരു ബ്യൂട്ടിഫുൾ സിസ്റ്റം നോക്കി. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് we can generate high quality enquiry from America. We can generate high quality enquiry from any part of the global. അപ്പൊ അതിന് നിങ്ങൾക്ക് കൃത്യമായ പ്ലാനിങ് വേണം. ദിസ് ഈസ് മൈ കോഴ്സ്. അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമർ ഈ കീവേഡ് ആണ് സെർച്ച് ചെയ്യുന്നത്. എനിക്ക് വരുന്ന കസ്റ്റമർ കേരളത്തിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്നാണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു ഗൂഗിൾ ആഡില് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കേരള എന്ന് സെർച്ച് ചെയ്താൽ, ഒരാൾ അമേരിക്കയിൽ നിന്നിട്ട് ഒരു അമേരിക്കൻ മലയാളി സെർച്ച് ചെയ്യാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കേരള സെർച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ സീ മൈ ആഡ് ഓവർ ദർ. അതുപോലെ കാനഡയിൽ നിന്നിട്ട് ഒരാൾ സെർച്ച് ചെയ്യാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കേരള, ദേ ക്യാൻ സീ മൈ ആഡ് ഓവർ ദർ. കണ്ടോ എന്തൊരു ബ്യൂട്ടി. അതാ ടേമുകൾ അറിയണം. അതായത് കേരളത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവൻ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് അതായിരിക്കും സെർച്ച് ചെയ്യുക. അല്ലാണ്ട് അമേരിക്കയിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് സെർച്ച് ചെയ്യുമ്പോൾ വരാൻ പറഞ്ഞ് നമ്മുടെ ആഡ് വന്നിട്ട് കാര്യമില്ല. ബിക്കോസ് ദേ ആർ ലുക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ അമേരിക്ക. ക്ലിയർ? അതാണ് ഞാൻ പറഞ്ഞ കറക്റ്റ് ടേം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഗൂഗിൾ ആഡിന്റെ പ്രത്യേകത, നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ആരെങ്കിലും എനി പാർട്ട് ഓഫ് ദ ഗ്ലോബിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. നമുക്ക് അമേരിക്കയിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കാം, കേരളത്തിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കാം, ദുബായിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കാം, അബുദാബിയിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കാം. അത് ഈ ഗൂഗിൾ ആഡിന്റെ പ്രത്യേകതയാണ്. ക്ലിയർ? കോസ്റ്റ് എഫക്റ്റീവ്. ഇതാണ് അതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ സിസ്റ്റം. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നേരത്തെ തുറന്ന് കാണിച്ചൂടെ, ഇവിടെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നമ്മുടെ ഇവിടെ ആഡ്, ഈ ആഡ് വന്നു. ഇവിടെ ആഡ് വരുന്നതിൽ നമുക്ക് ഗൂഗിളിന് പൈസ കൊടുക്കണ്ട. അതാണ് ഇംപ്രഷൻ. യെസ്റ്റർഡേ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ഇംപ്രഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇംപ്രഷൻ നമുക്ക് പൈസ കൊടുക്കണ്ട.
നമ്മുടെ ആഡ് ആരെങ്കിലും ക്ലിക്ക് ചെയ്താൽ മാത്രം വി നീഡ് ടു പേ ടു ഗൂഗിൾ. ആരെങ്കിലും ക്ലിക്ക് ചെയ്താൽ, അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്, പേ പെർ ക്ലിക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ PPC എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്തൊരു ബ്യൂട്ടിഫുൾ സിസ്റ്റം. നമ്മളൊരു പേപ്പറിൽ ആഡ് ഇട്ടു, കണ്ടാലും കണ്ടില്ലെങ്കിലും വി ഹാവ് ടു പേ. റിസൾട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും. ഒരു ഹോർഡിങ്സ് വെച്ചു, വി ഡോണ്ട് നോ ഹൗ മെനി സോ ഇറ്റ്. നമ്മളൊരു ടിവിയിൽ ആഡ് വെച്ചു, വി കനോട്ട് മെഷർ ഇറ്റ്. നമ്മളൊരു ഹോർഡിങ്സോ അല്ലെങ്കിൽ നോട്ടീസ് വെച്ചു, വി കനോട്ട് മെഷർ ഇറ്റ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആഡ് കണ്ടാലല്ല, ക്ലിക്ക് ചെയ്താലാണ് നമുക്ക്. അപ്പൊ ഒരു നല്ല കീവേഡുകൾ ബിഡ് ചെയ്ത് ഹൈ ക്വാളിറ്റി ക്ലിക്കുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ലോകത്തിലെ മാർക്കറ്റിങ്ങിന്റെ ഗെയിം മാറ്റിക്കളഞ്ഞതാണ് ഗൂഗിൾ. നിങ്ങൾക്കറിയാമോ ഗൂഗിൾ ഒരു വർഷം ഇന്ത്യയിൽ നിന്ന് എത്ര ഉണ്ടാക്കണം അറിയാമോ? 5,000 to 10,000 crore ആണ് they make only from India. Only from India. How they are getting paid for each and every click they are getting paid. ഞാൻ വളരെ ഫോർച്ചുനേറ്റ് ആയിരുന്നു. ഒരു 50 പ്രാവശ്യത്തിൽ കൂടുതലെങ്കിലും ഞാൻ ഗൂഗിളിന്റെ ഓഫീസിൽ പോയിക്കുന്നതാണ്. ഗൂഗിളായിട്ട് ഞാൻ ഒരുപാട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. എനിക്ക് ഗൂഗിളിന്റെ അടുത്ത് ഒരുപാട് ഗിഫ്റ്റുകൾ കാര്യങ്ങൾ കിട്ടിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഗൂഗിളിന്റെ ഓഫീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അവിടുത്തെ ഒരു ക്യാൻറ്റീൻ എന്ന് പറയുന്നത് 5 സ്റ്റാർ ഹോട്ടലിനേക്കാളും 5 ടൈംസ് ബെറ്റർ ആണ്. അത്രയ്ക്ക് ഫെസിലിറ്റീസ് ആണ്. ഇങ്ങനെയാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. കാരണം ഒരാൾ അവരെ തേടി വരുന്നു. അപ്പൊ എല്ലാവരും ഗൂഗിളിലാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിസൾട്ട് വേണോ, നിങ്ങളുടെ പ്രസൻസ് ഗൂഗിളിൽ പക്കയായിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത ലെവലിൽ പോകാൻ പറ്റുള്ളൂ. ബാക്കി സോഷ്യൽ മീഡിയ ഒക്കെ അത് കഴിഞ്ഞിട്ട് തന്നെ. ക്ലിയർ? അപ്പൊ അതാണ് ഗൂഗിളിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പേപ്പർ ക്ലിക്കാണ്. അതായത് ആരെങ്കിലും ക്ലിക്ക് ചെയ്താൽ മാത്രം നമുക്ക് പേയ്മെന്റ് കൊടുത്താൽ മതി. ഫാസ്റ്റ് റിസൾട്ട് ആണ്. ഗെറ്റ് ഇമ്മീഡിയറ്റ് വിസിബിലിറ്റി ആൻഡ് ട്രാഫിക് കമ്പനി. SEOന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ SEO ഇന്ന് ചെയ്താൽ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും റിസൾട്ട് വരാം. അത് വരണം എന്നില്ല. ക്ലിയർ ആയോ? വരണം എന്നില്ല. ഇത് അങ്ങനെയല്ല. നമ്മൾ ഇന്ന് ക്യാമ്പയിൻ ചെയ്താൽ when somebody search tomorrow, നമ്മൾ ആരെങ്കിലും നാളെ സെർച്ച് ചെയ്യുമ്പോൾ അവർ ക്യാൻ ഡിസ്പ്ലേ അവർ ആഡ് ഇൻ ദ ടോപ്പ്. ഗൂഗിൾ ആഡിന്റെ പ്രത്യേകത ആദ്യം വരുന്ന ആഡാണ്. ഇനി ഗൂഗിൾ ആഡിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഒരാള് മൊബൈൽ, ഇപ്പൊ എല്ലാവരും മോസ്റ്റ് ഓഫ് ദം സെർച്ചസ് ഓൺ മൊബൈലാണ്. മൊബൈൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ 4 ആഡ് കാണിക്കും. അപ്പൊ ആദ്യം 2 ആഡ് കാണിക്കും, വീണ്ടും സ്ക്രോൾ ചെയ്യുമ്പോൾ 2 ആഡ് കാണിക്കും, വീണ്ടും സ്ക്രോൾ ചെയ്യുന്നതായിരിക്കും SEOയിൽ കാണിക്കണേ. വേറെ ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗ് തന്നെ അതും കഴിഞ്ഞിട്ടാണ് SEOയിൽ കാണിക്കണേ. അതാണ് ഫാസ്റ്റ് റിസൾട്ട്. നാളെ തൊട്ട് നമ്മുടെ ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നമുക്കത് വരുത്താൻ പറ്റും. മെഷറബിൾ പെർഫോമൻസ് നമുക്ക് കണ്ടുപിടിക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. എത്ര ക്ലിക്ക് കിട്ടി, എത്ര ഇംപ്രഷൻ കിട്ടി, എത്ര കൺവേർഷൻ കിട്ടി. കൺവേർഷൻ എന്താണെന്ന് ഇന്നലെ പറഞ്ഞോന്നറിയില്ല. കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാ നമ്മുടെ ശരിക്കും ടേമുകൾ നിങ്ങൾ മനസ്സിലാക്കാട്ടോ. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഒന്നും കൂടി അത് കാണിച്ചു തരാം. ആദ്യം ഇംപ്രഷൻ, പിന്നെ ക്ലിക്ക്, ഓക്കെ, പിന്നെ കൺവേർഷൻ. ആദ്യം ഒരാൾ നമ്മുടെ സൈറ്റില് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആഡ് കാണുന്നു, പിന്നെ ക്ലിക്ക് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ വരുന്നു, വെബ്സൈറ്റിൽ വന്നിട്ട് ചിലപ്പോൾ ഒരു എൻക്വയറി നടത്തുന്നു. അതാണ് കൺവേർട്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കാണിക്കാം അഡ്മിഷൻ. എൻക്വയറി വന്നു, നമ്മൾ അതിനെ പ്രോസസ് ചെയ്ത് പിന്നെ അത് അഡ്മിഷൻ ആയി. ആ ഫ്ലോ മനസ്സിലായെന്ന് വിചാരിക്കും. സ്കെയിലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞതാ. സ്കെയിലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. നിങ്ങൾക്ക് ഇന്ന് ഒരു 1000 രൂപ മുടക്കി നിങ്ങൾക്ക് ഒരു 10 എൻക്വയറി കിട്ടി. നിങ്ങൾക്ക് 1000 എന്നുള്ളത് 2000 മുടക്കി ചിലപ്പോൾ നാളെ തന്നെ 20 എൻക്വയറി കിട്ടും. വാട്ട് യു ഡിഡ്? ജസ്റ്റ് ഇൻക്രീസ് ദ ബഡ്ജറ്റ്, ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ ഇന്ന് കേരളത്തിൽ ക്യാമ്പയിൻ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ദുബായിൽ ക്യാമ്പയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി. നിങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ റിസൾട്ട് കൊള്ളാലോ, കുഴപ്പമില്ല. നിങ്ങൾക്ക് അപ്പൊ തന്നെ വേണമെങ്കിൽ നാളെ തൊട്ട് അബുദാബി കൂടി ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. അതാണ് സ്കെയിലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി.
എപ്പോൾ വേണമെങ്കിലും ആഡ് ഓഫ് ചെയ്യാം, ഒപ്റ്റിമൈസ് ചെയ്യാം, കറക്റ്റ് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊന്നും ഓഫ്ലൈനിൽ പറ്റില്ല. ഓഫ്ലൈനിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അടുത്തത് ഹൈ ക്വാളിറ്റി ലീഡ്സ്. ഗൂഗിളിൽ നിന്ന് വരുന്ന ലീഡ് ഹൈ ക്വാളിറ്റി ആണ്. കാരണം ഇത് ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആഡ് കാണിക്കുന്നത്. ദേ ആർ വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. ഇതാണ് ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു അഡ്വാൻറ്റേജ്. എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്? ക്ലിയർ ആണോ? ക്ലിയർ? എന്തെങ്കിലും പറയൂ പ്ലീസ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കുക, പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ, ആ മാഡം ചോദിച്ചോളൂ. സോ ഈ ആഡ് ഇപ്പം പറഞ്ഞ പോലെ നമ്മള് ഒരു ക്യാമ്പയിന്റെ ത്രൂവിൽ നടത്തുമ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കായിരിക്കും നമ്മൾ നടത്തുന്നത്. മേ ബി ഇറ്റ്സ് ഫോർ 1 month ഓർ മേ ബി ഇറ്റ്സ് 15 days അക്കോർഡിംഗ്ലി. അപ്പം ഈ പീപ്പിൾ സെർച്ച് ചെയ്യുമ്പോഴേ ഈ ആഡ് കാണത്തുള്ളെങ്കിൽ നമ്മൾ ഈ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടേ ഇരുന്നാലേ സംവെയർ ഡൗൺ ദ ലൈൻ പീപ്പിൾ വിൽ ചെക്ക്, ഇല്ലേ? ഗുഡ് ചോദ്യം, എനിക്ക് ഇഷ്ടപ്പെട്ടു മാഡം. നല്ല ചോദ്യം. അതിന്റെ അർത്ഥം ഒരാള് നമുക്ക് ഇവിടെ നോക്കാം, നിങ്ങൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ എന്തൊരാള് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആഡ് കാണുന്നു, ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പൊ മാത്രമേ നമ്മുടെ പൈസ പോകണുള്ളൂ. മനസ്സിലായോ? നമുക്ക് 365 ദിവസവും നമ്മുടെ ആഡ് റൺ ചെയ്യാം. 365 ദിവസവും ആരെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ പൈസ വരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ കോഴ്സ്, എന്റെ കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സാണ്. അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന കീവേഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ കൊച്ചിൻ സെർച്ച് ചെയ്യുമ്പോൾ എന്റെ ആഡ് വരാം. അല്ലാണ്ട് ഒരാൾ പറയുന്ന അക്കൗണ്ടിങ് കോഴ്സ് സെർച്ച് ചെയ്യുമ്പോൾ എന്റെ ആഡ് വരില്ല. അതിന്റെ അർത്ഥം 365 ദിവസവും നിങ്ങളുടെ ആഡ് ഉണ്ടാവണമെന്നാണ്. നല്ല വെരി റെലവന്റ് ചോദ്യമാണ് ചോദിച്ചത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ബ്രില്യൻസ്, നിങ്ങളുടെ ബിസിനസ് മൈൻഡ്, ഇതാണ് നിങ്ങൾ അവിടെ വർക്ക്ഔട്ട് ആവേണ്ടത്. ഇതിന് റിസൾട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് സ്കെയിൽ അപ്പ് ചെയ്യാം. അത് ഒബ്സർവ് ചെയ്യണം. അതിന് നിങ്ങൾ ഗൂഗിൾ ആഡ് കൃത്യമായിട്ട് പഠിക്കണം. അത് വേറെ ഗെയിമാണ്. മാഡത്തിന്റെ ചോദ്യത്തിന് ആൻസർ കിട്ടിയോ? യെസ് സർ, മച്ച് ബെറ്റർ ക്ലാരിറ്റി എന്നതുണ്ട്. ഡിമെൻഷൻ നമുക്ക് മനസ്സിലായി ഡെവലപ്പ് ചെയ്യണം. വാട്ട് യു സെയിങ് ദാറ്റ് ആഡ് വർക്കബിൾ അല്ലെങ്കിൽ നമുക്ക് ക്ലിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നുള്ള ഒരു സ്കെയിലബിലിറ്റി ഓപ്ഷൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെക്കും. അതാണ് വേറെ ഗെയിമാണ്. നിങ്ങൾ കൃത്യമായി പഠിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആരായിട്ടാണോ ചെയ്യുന്നത് അവരായിട്ട് നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ കൃത്യമായിട്ട് അതൊരു സാധനം ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് ഡേയിൽ പറയാം. അപ്പൊ അങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു കോഴ്സ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഗുഡ്. ഇനി ഇതിലുള്ള കുറച്ച് ബേസിക് ടേംസുകളാണ്. ഈ ടേംസുകളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും ചില കാര്യങ്ങൾ എഴുതി വെക്കാം. ഇതിന്റെ കുറെ ബേസിക് ടേംസുകളാണ് അടുത്തത് ഞാൻ പറയുന്നത്. ഒന്ന് PPC, ഞാൻ ഓൾറെഡി അത് പറഞ്ഞു, പേപ്പർ ക്ലിക്ക്. രണ്ടാമത്തത് കോസ്റ്റ് പെർ ക്ലിക്ക്, അതൊന്ന് എഴുതി വെക്കാം നിങ്ങൾ. ഞാൻ ഇതിനു മുൻപ് പറയാത്ത ഒരു ടേമാണ് CPC. ഇവിടെ നമ്മൾ ഗൂഗിളിന് കൊടുക്കുന്നത് ഒരു ക്ലിക്കിന് ഇത്രയും കാശാണ്. ചിലപ്പോൾ ഒരു ക്ലിക്കിന് 30 രൂപയായിരിക്കും. നമുക്കത് സെറ്റ് ചെയ്യാം. അത് വേറൊരു ബിഡിങ് സ്ട്രാറ്റജി, അതിലേക്ക് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് പറയാം. ഒരു ക്ലിക്കിന് 30 രൂപയായിരിക്കും കൊടുക്കുക. അതാണ് കോസ്റ്റ് പെർ ക്ലിക്ക്. അപ്പൊ നമ്മൾ ഒരു ക്ലിക്കിന് 30 രൂപ സെറ്റ് ചെയ്താൽ നമുക്ക് ഒരു ക്ലിക്കിന് 30 രൂപ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ഇതിന് കോസ്റ്റ് പെർ ക്ലിക്ക് മോഡൽ എന്നാണ് പറയാ. ഓരോ ക്ലിക്കിനും പേ ചെയ്യണം. ഒരു ക്ലിക്കിന് എത്രയാണെന്നുള്ളത് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. അതാണ് കോസ്റ്റ് പെർ ക്ലിക്ക്. ക്ലിയർ ആയോ? അപ്പൊ ഇനി ഇതിലുള്ള വേറൊരു ഗെയിം, എല്ലാവർക്കും ഗൂഗിൾ ആഡ് സൂട്ടബിൾ ആവണമെന്നില്ല. ഇതിന്റെ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാല്
നമുക്കറിയാം ഒരു അഡ്മിഷൻ കിട്ടാൻ നമ്മൾ വി ആർ റെഡി ടു പേ, വി ആർ റെഡി ടു സ്പെൻഡ് ദിസ് മച്ച് ഓഫ് എമൗണ്ട് എന്നുള്ള ഒരു ബിസിനസ് മോഡൽ നമുക്കുണ്ട്. ഇപ്പൊ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, എൻ്റെ ഒരു ക്ലയന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ക്ലയന്റ് ദേ ആർ റെഡി ടു പേ 25,000 ഫോർ ഈച്ച് അഡ്മിഷൻ. 25,000 ഫോർ ഈച്ച് അഡ്മിഷൻ ദേ ആർ റെഡി ടു പേ. കാരണം അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബിസിനസ്സും അല്ലെങ്കിൽ അതിന്റെ കോഴ്സ് ഫീസ് വെരി ഹൈ, സോ ദേ ക്യാൻ അഫോർഡ് ദാറ്റ് മച്ച് ഓഫ് എമൗണ്ട്. ഈ കാര്യം ഞാൻ ഒരു ക്ലയന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം മനസ്സിലാക്കും. ഞാൻ അവരോട് ചോദിക്കും, ഹൗ മച്ച് യു ക്യാൻ അഫോർഡ് ഫോർ വൺ അഡ്മിഷൻ, ഹൗ മച്ച് യു ക്യാൻ സ്പെൻഡ്. അവരോട് പറഞ്ഞെങ്കിൽ മാക്സിമം പറയാ, എത്രയോ കുറയ്ക്കാൻ പറ്റുന്നുള്ളത് എന്റെ മിടുക്കാണ്. ക്ലിയർ? അപ്പൊ അവർ പറയും ഇത്ര ആണ്. ആ ഒരു ഫാക്ടറിയിലാണ് ഇതിന്റെ ഗെയിം സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പറയാണ് നിങ്ങളുടെ ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് 500 രൂപ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ് നിങ്ങൾക്ക് സൂട്ടബിൾ ആവണ ഒരു മാർക്കറ്റിംഗ് ചാനൽ ആയിരിക്കണം എന്നില്ല. കാരണം ഇവിടെ ഓരോ ക്ലിക്കിനും നമുക്ക് പൈസ കൊടുക്കണം. ചിലപ്പോൾ 20 പേര് ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും ഒരാളായിരിക്കും എൻക്വയറി നടത്തുന്നത്. അങ്ങനെ 5 എൻക്വയറി നടത്തി കഴിയുമ്പോഴായിരിക്കും അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു അഡ്മിഷൻ വരുന്നത്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം. അതാണ് കോസ്റ്റ് പെർ അഡ്മിഷൻ, കോസ്റ്റ് പെർ എൻക്വയറി, കോസ്റ്റ് പെർ ക്ലിക്ക്. ഇതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. ഞാൻ ഇപ്പൊ ഒന്നും കൂടി പറയാം. കോസ്റ്റ് പെർ ക്ലിക്ക്, കോസ്റ്റ് പെർ എൻക്വയറി, കോസ്റ്റ് പെർ അഡ്മിഷൻ. ക്ലിയർ ആയോ? ഇപ്പൊ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് ഓർ അഡ്മിഷൻ 500 രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ ഒരു ക്ലിക്കിന് ചിലപ്പോൾ ഗൂഗിൾ 50 രൂപ ചിലപ്പോൾ ചോദിക്കും, ഗൂഗിൾ പറയും ഇത്ര വേണമെന്ന് പറയും. ഓക്കെ, അപ്പൊ ഒരു എൻക്വയറി കോസ്റ്റ് ചിലപ്പോൾ നിങ്ങൾ 250 രൂപ സ്പെൻഡ് ആവണമെന്നാണ്. 5 പേര് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു എൻക്വയറി വരണേ. ഓക്കെ, ഒരു അഡ്മിഷൻ വരുന്നത് ചിലപ്പോൾ 10 എൻക്വയറി എന്നായിരിക്കും ഒരു അഡ്മിഷൻ വരുന്നത്. അതിന്റെ അർത്ഥം തൊട്ടാ നിങ്ങൾക്ക് 2,500 രൂപ മുടക്കുമ്പോഴാണ് ഒരു അഡ്മിഷൻ വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആകെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റ് പെർ അഡ്മിഷൻ എന്ന് പറയുന്നത് 500 ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് റൈറ്റ് പ്ലാറ്റ്ഫോം അല്ല. എല്ലാ പ്ലാറ്റ്ഫോം എല്ലാവർക്കും സൂട്ടബിൾ ആവണമെന്നില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെയുള്ളവർക്കും ചെയ്യാവുന്ന ഒരു മോഡൽ ഉണ്ട്. അതും ഞാൻ നിങ്ങൾക്ക് അത് എല്ലാവർക്കും കാണിക്കാൻ പറ്റില്ല, അതും ഇവിടെ പറ്റും. ഇവ ചെറിയ കോസ്റ്റ് ആണെങ്കിലും വളരെ കുഞ്ഞു, പക്ഷെ അധികം ബിസിനസ് വരില്ല. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ വേണം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതൊക്കെ ഒരു ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓണർമാർക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. 100% അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ ആ പറഞ്ഞ സാധനം മനസ്സിലായോ ആർക്കെങ്കിലും? എവരിബഡി ഈസ് ക്ലിയർ? ഓക്കെ, അടുത്ത ഞാൻ നിങ്ങൾക്ക് അറിയാം ക്ലിക്ക് ത്രൂ റേറ്റ്. ക്ലിക്ക് ത്രൂ റേറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞോന്ന് അറിയില്ല. ക്ലിക്ക് ത്രൂ റേറ്റ് ഇന്നലെ പറഞ്ഞായിരുന്നോ? ഇന്നലെ ക്ലിക്ക് ത്രൂ റേറ്റ് പറഞ്ഞായിരുന്നോ? നിങ്ങൾക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് വേണ്ടി സംസാരിക്കട്ടോ. ഇന്നലെ ക്ലിക്ക് ത്രൂ റേറ്റ് പറഞ്ഞായിരുന്നോ? ഓക്കെ, ശ്രദ്ധിക്കാം. അത് വെരി ഇമ്പോർട്ടൻറ്റ് ടേമാണ്. അടുത്ത പ്രധാനപ്പെട്ട ടേമാണ് ക്ലിക്ക് ത്രൂ റേറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എപ്പോൾ ചോദിച്ചാലും അറിയേണ്ടതാണ് ക്ലിക്ക് ത്രൂ റേറ്റ്. ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മൾ അതിൽ ഫോർമുല എഴുതിയിട്ടുണ്ട്, ക്ലിക്ക് ഡിവൈഡഡ് ബൈ ഇംപ്രഷൻ ഇൻറ്റു 100. അതായത് നിങ്ങളുടെ ആഡ് 100 പ്രാവശ്യം ഡിസ്പ്ലേ ചെയ്തു, 10 പേര് ക്ലിക്ക് ചെയ്തു, അപ്പൊ നിങ്ങളുടെ CTR എന്ന് പറഞ്ഞത് 10% ആണ്. CTR കൂടുതൽ CTR ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ആഡ് വെരി അട്രാക്റ്റീവ് ആണ്. ഓക്കെ, അതാണ് CTR. ക്വാളിറ്റി സ്കോർ എന്താണെന്നുള്ളത് ഞാൻ പറയാം. ആഡ് റാങ്ക് എന്താണെന്നുള്ളത് പറയാം. അടുത്തതാണ് പ്രധാനപ്പെട്ട ടേം ആണ്. അത് രണ്ടും ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നതാണ്. കീവേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട, നിങ്ങളുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കീവേഡ് നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കീവേഡ്. നെഗറ്റീവ് കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ചില ടേമുകൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഡ് വരരുത്. അതാണ് നെഗറ്റീവ് കീവേഡ് എന്ന് പറയുന്നത്. കൺവേർഷൻ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ഒരാൾ എൻക്വയറി നടത്തി, അത് എൻക്വയറി നടത്തുന്നതാണ് കൺവേർട്ട് ചെയ്യുക.
ലാൻഡിംഗ് പേജ് ഞാൻ ഓൾറെഡി പറഞ്ഞു വാട്ട് ഇസ് ലാൻഡിംഗ് പേജ്. ചിലപ്പോൾ ആഡുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങടാണോ പോകുന്നത് അതാണ് ലാൻഡിംഗ് പേജ് എന്നുള്ളത് പറഞ്ഞു. ഇനി ഞാൻ പറയാൻ നിങ്ങൾ എഴുതിയിരിക്കണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. ഇനി ഞാൻ പറയേണ്ട രണ്ട് കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി സ്കോറും ആഡ് റാങ്കും ആണ്. ഓക്കെ, നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ ഗൂഗിളിൽ ഇവിടെ കാണിച്ചു, ഇവിടെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾ ഒരു കാര്യം കണ്ടു. അതായത് നിങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കണ്ടു അല്ലെ, ആദ്യം ഈ വെബ്സൈറ്റ് ആരുടെ ആഡ് ആദ്യം വന്നു, ആദ്യം ഇവരുടെ ആഡാണ് ആദ്യം വന്നത് അല്ലെ, അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ വന്നു. അപ്പൊ ശരിക്കും ഇവർക്ക് റാങ്ക് ഫസ്റ്റ് കിട്ടിയെന്നാണ് അർത്ഥം, ഇവർക്ക് റാങ്ക് സെക്കൻഡ് കിട്ടിയെന്നാണ് അർത്ഥം. ഓക്കെ, ഇവർക്ക് ആഡ് സെക്കൻഡ് കിട്ടിയത് ക്ലിയർ ആണല്ലോ. ഓക്കെ, എങ്ങനെയാണ് ഗൂഗിൾ ഇവർക്ക് ആഡ് റാങ്ക് ചെയ്യാ? ഇവർക്ക് എന്തുകൊണ്ട് ഫസ്റ്റ് വന്നു, ഇവർക്ക് എന്തുകൊണ്ട് സെക്കൻഡ് വന്നു, ഇവർക്ക് എന്ത് തേർഡ് വന്നു? നിങ്ങൾക്കറിയാം, ആദ്യം വന്നാലാണ് നല്ല രീതിയിൽ ക്ലിക്കുകൾ കിട്ടൂ. അതിനെയാണ് ആഡ് റാങ്ക് എന്ന് പറയാം. അതിനെയാണ് എന്തെന്ന് പറയണേ, ആഡ് റാങ്ക്. എങ്ങനെയാണ് ഗൂഗിൾ ആഡ് റാങ്ക് കൊടുക്കുക എന്ന് നിങ്ങളുടെ ഒരു ഐഡിയ എന്താ? നിങ്ങളുടെ എല്ലാവരുടെ ഐഡിയ എനിക്ക് തോന്നുന്നു, ആരാണോ കൂടുതൽ പൈസ കൊടുക്കുന്നത് അവരുടെ ആഡ് ഫസ്റ്റ് വരും. അങ്ങനെയല്ലേ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ശരിയാണോ? കണ്ടന്റ് ഉണ്ടല്ലോ. കണ്ടന്റ് ആണോ അതിന്റെ ബേസ്? അല്ല, നമ്മൾ ആഡിനെ കുറിച്ചിട്ടാ പറയുന്നത്, കണ്ടന്റ് അല്ല. കണ്ടന്റിൽ ചെറിയ ആ ടേം കണ്ടന്റ് എന്നല്ല അതിനെ പറയണം, വേറെ ടേമിലാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അടുത്ത സ്ലൈഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലാരിറ്റി വരും. വേറെ എന്താ നിങ്ങൾ ചിന്തിച്ചു വെച്ചേക്കണം, എങ്ങനെയാണ് ആഡ് ആദ്യം വരാം? ഓക്കെ, അടുത്തത് ശരിക്കും ശ്രദ്ധിച്ചാലാണ് ഞാൻ അടുത്തത് പറയുന്നത് മനസ്സിലാവും. ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവൂ. ഞാൻ വീണ്ടും പറയാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. വെരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ആഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻഫോർമേഷൻ ആണത്. പല ബിസിനസ് ഓണർക്കും പരാജയം, ഗൂഗിൾ ആഡിന്റെ പരാജയം കാരണം എന്താ നിങ്ങൾക്ക് തന്നെ അറിയില്ല. ആ കാരണം ഇതിൽ തന്നെ വരും, ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞത്. ശരിക്കും ശ്രദ്ധിക്കുക. ഞാൻ നല്ല കഥ പറയുന്നത് പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഭയങ്കര ക്ലിയർ കോൺസെപ്റ്റ്. നിങ്ങൾക്ക് അത് അതിനുശേഷം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി. ഇങ്ങനെയാണ് നിങ്ങൾ ആരായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കണം. ഇത് നമ്മളിവിടെ പറയാൻ പോണത് ആഡ് റാങ്ക് ആണ്. ആഡ് റാങ്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. 4 ആഡ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒന്നാമത്തെ റാങ്ക്, രണ്ടാമത്തെ റാങ്ക്, മൂന്നാമത്തെ റാങ്ക്, നാലാമത്തെ റാങ്ക് ആണ്. ഇനി ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. 4 ക്ലയൻസ്, 4 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകാര് ഗൂഗിളിൽ ആഡ് ചെയ്യുന്നുണ്ട്. SCM ഹബ്ബ് ചെയ്യുന്നുണ്ട്. SCM ഹബ്ബ് ഞാനാണ് ചെയ്യുന്നത്, എൻ്റെ ക്ലയന്റ് ആണ്. ജിംസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കോമ്പറ്റീറ്റർ ആണ്. സം അതർ ഏജൻസീസ് ആർ ഡൂയിങ്. IMS എന്ന് പറയുന്നത് അനദർ കോമ്പറ്റീറ്റർ ആണ്. സംബഡി ഈസ് ഡൂയിങ്, ഐ ഡോണ്ട് നോ. ട്രാൻസ് ഗ്ലോബ് അനദർ കോമ്പറ്റീറ്റർ ആണ്. സംബഡി ഈസ് ഡൂയിങ്. ദിസ് ഈസ് എ സിനാരിയോ. ഈ 4 ഇൻസ്റ്റിറ്റ്യൂട്ടിനും they are offering logistics courses. They have campus in Kochi. അത്ര ക്ലിയർ ആണല്ലോ. അവർ ലോജിസ്റ്റിക്സ് ആണ് പഠിപ്പിക്കുന്നത്. They are teaching logistics and they have campus in Kochi. അവർ 4 പേരും ബിഡ് ചെയ്യുന്ന ടേം ഡെഫിനറ്റ്ലി ഇതാണ്, ലോജിസ്റ്റിക്സ് കോഴ്സസ് ഇൻ കൊച്ചി എന്ന് പറയുന്നത്. 4 പേരും ബിഡ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി അങ്ങനെയാണ്. 4 പേരും ഈ കീവേഡ് ആണ് ബിഡ് ചെയ്യുന്നത്. SCM ഹബ്ബ് ഒരു ക്ലിക്കിന് 20 രൂപയാണ് കൊടുക്കാന്ന് പറഞ്ഞത്. അവർക്ക് അതിനുള്ള ബഡ്ജറ്റ് ഉള്ളൂ, കിട്ടണത് മതി. ജിംസ് ആരൻ 40 രൂപയാണ് കൊടുക്കാന്ന് പറഞ്ഞത്. IMS ആരൻ 30 കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ് ഗ്ലോബ് ആരൻ ഒരു ക്ലിക്കിന് 50 രൂപയാണ് കൊടുക്കുന്നത്. ഈ സിനാരിയോയിൽ ആരുടെ ആഡ് ആയിരിക്കും ആദ്യം വരാ? ലോജിസ്റ്റിക്സ് കോഴ്സസ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആരുടെ ആഡ് ആയിരിക്കും ആദ്യം വരാ? പറയൂ പ്ലീസ്. എല്ലാവരും ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്.
പറയൂ. ഈ സിനാരിയോയിൽ ഈ ട്രാൻസ് ഗ്ലോബിന്റെ ആഡ് ആയിരിക്കും നോർമലി സാധാരണ വരാൻ. നിങ്ങൾ ഒരു എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ഒരു ഐഡിയ ഇതാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു സിനാരിയോ. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ? ഞാൻ ഈ പറഞ്ഞ കാര്യം ഇവിടം വരെ മനസ്സിലായോ എല്ലാവർക്കും? നിങ്ങൾ ബാക്കിയൊന്നും മനസ്സിലാക്കണ്ട. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇവിടം വരെ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് ഇപ്പം കിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യമാണ് പറഞ്ഞത്. ഇത്തരം വരെ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇവിടം വരെ ക്ലിയർ ആയെങ്കിൽ നിങ്ങൾ ഓക്കെ അടിക്കുക. എന്നാലാണ് എനിക്ക് അടുത്തത് പറയാൻ പറ്റൂ. ഇത്രയും ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ റിപ്ലൈ ചെയ്യാട്ടോ പ്ലീസ്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഗൂഗിൾ ഒരു സൈറ്റ് ആഡ് റാങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു സെക്കൻഡ്, ആഡ് റാങ്ക് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി സ്കോർ ഇൻറ്റു CPC എന്നാണ്. അതായത് കോസ്റ്റ് പെർ ക്ലിക്കും നോക്കും, ക്വാളിറ്റി സ്കോറും നോക്കും. ഓക്കെ, ഇത് രണ്ട്. ക്വാളിറ്റി സ്കോർ എന്ന് പറയുന്നത് അതിന് QS എന്നാണ് പറയണത്. 1 to 10 ആണ്. അതായത് നിങ്ങളുടെ ആഡിന്റെ ക്വാളിറ്റി 10 ഔട്ട്, മാക്സിമം 10 കൊടുക്കുക. സൂപ്പർ ആണെങ്കിൽ 10 കിട്ടും, അതിനേക്കാൾ താഴെ 9 കിട്ടും. ഒന്നെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിറ്റി തീരെ ഡൗൺ ആണ്, ക്വാളിറ്റി ഇല്ല എന്ന് പറയാ. ഇത്രയും ക്ലിയർ ആയല്ലോ? മാക്സിമം 10 ആണ് കൊടുക്കുന്നത്. അപ്പോ ഈ സാഹചര്യത്തിൽ കണ്ടോ, ഇവര് SEM ഹബിന് ക്വാളിറ്റി സ്കോർ 9 ഉണ്ട്, ഇതിന് 4 ഉണ്ട്, ഇതിന് 5 ഉണ്ട്. എങ്ങനെയാണ് ക്വാളിറ്റി സ്കോർ ഗൂഗിൾ കണ്ടുപിടിക്കുക? ക്വാളിറ്റി സ്കോർ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഗൂഗിളിൽ ചെന്നിട്ട് ലോജിസ്റ്റിക്സ് കോഴ്സസ് ഇൻ കൊച്ചി അടിച്ചു, ആഡ് വന്നു. ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരു പേജിൽ പോയി ലാൻഡ് ചെയ്തു. ആ ലാൻഡിംഗ് പേജ് ഈ ആഡുമായി കണക്റ്റഡ് ആയിരിക്കണം. ആഡിൽ ലോജിസ്റ്റിക്സ് കോഴ്സസ് കൊടുത്തു, ആഡുമ ക്ലിക്ക് ചെയ്ത് പോയി ലാൻഡ് ചെയ്ത പേജിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ ഇൻഫോർമേഷൻ ആവരുത്. ഈ ആഡും ലാൻഡിംഗ് പേജും തമ്മിൽ നല്ല ബന്ധമുണ്ടാവണം, റിലേഷൻ ഉണ്ടാവണം, കണക്ട് ചെയ്യണം. ആഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ലാൻഡിംഗ് പേജിൽ വരണം. അപ്പോ നിങ്ങളുടെ ക്വാളിറ്റി സ്കോർ കൂടും. ഇത് നിങ്ങൾക്ക് ക്യാമ്പയിനിൽ കാണാൻ പറ്റും എത്ര ക്വാളിറ്റി സ്കോർ ഉണ്ടെന്ന്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, റിയൽ സാധനം ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ക്യാമ്പയിനിൽ കാണാൻ പറ്റും എത്രയൊക്കെയാണ് ക്വാളിറ്റി സ്കോർ എന്നുള്ളത്. എന്താണ് ക്വാളിറ്റി? അപ്പൊ ഈ ആഡും ലാൻഡിംഗ് പേജും തമ്മിൽ ബന്ധം വേണം. അതുപോലെ തന്നെ നിങ്ങളൊരു ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ലോജിസ്റ്റിക്സ് കോഴ്സസ് സെർച്ച് ചെയ്തപ്പോൾ ആഡ് വന്നു. ഈ ആഡും ഈ കീവേഡും തമ്മിൽ ബന്ധം ഉണ്ടാവണം. ലോജിസ്റ്റിക്സ് കോഴ്സ് സെർച്ച് ചെയ്തിട്ട് ആഡിൽ ലോജിസ്റ്റിക്സ് കോഴ്സസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ആഡും കീവേഡും തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ക്വാളിറ്റി സ്കോർ ഗൂഗിൾ തന്നെ ഇടുന്ന ഒരു മാർക്കാണത്. നിങ്ങളുടെ ആഡും നിങ്ങളുടെ പേജും ഒക്കെ ഇസ് വെരി ഗുഡ്. പൈസ കൊടുത്തു എന്നും പറഞ്ഞ് ഗൂഗിളിൽ നിങ്ങളുടെ ആഡ് ഫസ്റ്റ് കാണിക്കാൻ പറ്റില്ല. പൈസ കൊടുത്തു എന്നും പറഞ്ഞ് ലോജിസ്റ്റിക്സ് കോഴ്സസ് ഇൻ കൊച്ചി അടിച്ച് കഴിയുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് പോണത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ പേജ് ആണെങ്കിൽ ആ കസ്റ്റമർ വോണ്ട് ബി ഹാപ്പി. കസ്റ്റമർ ഈവൻ SEO ആയാലും ശരി, പെയ്ഡ് ആഡ് ആയാലും ശരി, ഇഫ് കസ്റ്റമർ ആർ നോട്ട് ഹാപ്പി ദേ വോണ്ട് കം ബാക്ക്. അവർ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ പേജിൽ പോയാൽ ദേ ആർ നോട്ട് ഗെറ്റിംഗ് വാട്ട് ദേ ആർ ലുക്കിംഗ്. അവര് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക്, മീഡിയത്തിലേക്ക് പോവും ഇൻഫോർമേഷന് വേണ്ടിയിട്ട്. അപ്പൊ പൈസ കൊടുത്തെന്നും പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് കിട്ടണം എന്നില്ല, ഫസ്റ്റ് ടോപ്പിൽ വരണം എന്നില്ല. നിങ്ങളുടെ ആഡിന്റെ ക്വാളിറ്റി കറക്റ്റ് ആയിരിക്കണം. ക്ലിയർ ആയോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഞാൻ ഒരു ക്ലിക്കിന് 20 രൂപയാണ് കൊടുക്കുന്നത്.
അപ്പൊ ഇത് ഇൻറ്റു ക്വാളിറ്റി സ്കോർ ടോട്ടൽ 180. My ad is coming first. How much I am paying to Google? Only 20 rupees for one click. എന്റെ കോമ്പറ്റീറ്റർ 50 rupees ആണ് കൊടുക്കുന്നത്, എന്നിട്ടും അവന്റെ ആഡ് ഫോർത്ത് വരുന്നത്. ഞാൻ ഒരു ക്ലിക്കിന് 20 രൂപ കൊടുക്കുമ്പോൾ എന്റെ കോമ്പറ്റീറ്റർ പേയിങ് 50 rupees for one click. Still their ad not coming first. ഇതിന്റെ അർത്ഥം എന്താന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റോ? ആർക്കെങ്കിലും പറയാൻ പറ്റോ? അതിന്റെ അർത്ഥം ഈ ട്രാൻസ്ക്ലോബിന് വേണ്ടിയിട്ട് ഗൂഗിൾ ആഡ് ചെയ്യണവന് ഇത് ശരിക്കും അറിയില്ല. അവര് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പൈസ വേസ്റ്റ് ചെയ്യാണ്. അതാണ് അതിന്റെ മീനിങ്. നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളെ ഗൂഗിൾ ആഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കണം നമ്മുടെ ക്വാളിറ്റി സ്കോർ എത്രയുണ്ട്. നിങ്ങൾ ചോദിക്കണം. അപ്പൊ തന്നെ അവന് മനസ്സിലാവും ഇത് പരിപാടി ശരിയില്ല, ക്വാളിറ്റി സ്കോർ കുറവാണല്ലോ, പ്ലീസ് ഇംപ്രൂവ് ഇറ്റ്. അത് അവന്റെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആയോ? ക്വാളിറ്റി സ്കോർ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് ഗൂഗിൾ ആഡ് ചെയ്യുന്നതിന് ഉത്തരവാദിത്തമാണ്. ക്വാളിറ്റി സ്കോർ കൂടുന്തോറും കോസ്റ്റ് പെർ ക്ലിക്ക് ഇവിടെ കുറയ്ക്കാണ്. ഒരു ക്ലിക്കിനാണ് ഇത്ര വന്നിരിക്കുന്നത്. ഒരു ദിവസം നിങ്ങൾ 500 ക്ലിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ നിങ്ങൾ സേവ് ചെയ്യണം നോക്കി. അതേപോലെ നിങ്ങളുടെ കോമ്പറ്റീറ്റർ എത്ര പൈസ വേസ്റ്റ് ചെയ്യണം നോക്കി കമ്പനിയുടെ. ഇത് ആരും കമ്പനിക്ക് അറിയില്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓണർമാർക്ക് അറിയില്ല, എഡ്യൂക്കേറ്റേഴ്സ് അറിയില്ല. അവർ ചിലപ്പോൾ ചെയ്തിട്ട് പറഞ്ഞ റിസൾട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ ഇതായിരിക്കും കാരണം, ക്വാളിറ്റി സ്കോർ കുറവായിരിക്കും, ഓരോ ക്ലിക്കിനും ആഡ് വരും, ചിലപ്പോൾ ആഡ് ഡിസ്പ്ലേ ആവില്ല. ക്വാളിറ്റി സ്കോർ തീരെ താന്നോ നിങ്ങളുടെ ആഡ് ഗൂഗിൾ കാണിക്കില്ല. അത് അനദർ വേറെ സിറ്റുവേഷനാണ്. ക്വാളിറ്റി സ്കോർ വളരെ കുറവാണ്, ഗൂഗിൾ നിങ്ങളുടെ ആഡ് കാണിക്കില്ല. ക്ലിയർ ആയോ? ഇല്ല. മനസ്സിലായവരായവരൊന്ന് തംസപ്പ് പഠിക്കാം. എങ്ങനെയാണ് ഞാനത് കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ എല്ലാം നമുക്ക് ക്യാമ്പയിനിൽ കാണാം. എത്രയാണ് ക്വാളിറ്റി സ്കോർ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആ ഒരു പ്രാക്ടിക്കലി പഠിക്കുമ്പോൾ ആ മോഡലിൽ ഉണ്ട്, എല്ലാം കാണാൻ പറ്റും. നമ്മുടെ ക്യാമ്പയിനിൽ കാണാം. അത് ആ സെറ്റപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പയിനിൽ കാണാൻ പറ്റും ക്വാളിറ്റി സ്കോർ കാര്യങ്ങൾ ഗൂഗിൾ ആഡിന് പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ. കണ്ട എത്ര ക്ലിക്ക് കിട്ടി, എത്ര പൈസ മുടക്കി. കണ്ടോ? ഒരു ക്ലിക്കിന് എത്ര കൊടുക്കുന്ന? 55 രൂപ കൊടുക്കണേ. ഇന്നിപ്പോ ഓൾറെഡി 11,000 രൂപ സ്പെൻഡ് ആയി. ക്ലിയർ ആയോ? ഇനി ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ക്ലയന്റിന്റെ ആണ്, ഓൾ ടൈം എടുത്ത് കാണാൻ പറ്റും. ഓൾ ടൈം എടുത്തു കഴിഞ്ഞാൽ കണ്ട 6,11,000 ക്ലിക്കാ, 24.5 മില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 കോടി സ്പെൻഡ് ചെയ്തു എന്നാണ് അർത്ഥം. ക്ലിയർ ആയോ? ഒരു ക്ലിക്കിന് 40 രൂപ. ഇംപ്രഷൻ കണ്ടോ? ഏകദേശം 50 ലക്ഷം ഇംപ്രഷൻ. നിങ്ങൾ മൊത്തം പഠിക്കണം, പഠിച്ചാലേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും.
ഇവിടെ കണ്ടവരെ ക്വാളിറ്റി സ്കോർ ഉണ്ടോ? ഇവിടെ കണ്ടോ? 7 out of 10, 7 out of 10. മാഡത്തിന് കിട്ടിയോ? Yes, ഐഡിയ sir. കിട്ടിയോ? വെരി Yes, ഗുഡ്. sir. എന്താണ് ക്വാളിറ്റി സ്കോർ? എങ്ങനെയാണ് ഗൂഗിൾ ആഡ് റാങ്ക് ചെയ്യുന്നത്? എന്താണ് ഈ ടേംസ്? എന്താണ് ക്വാളിറ്റി സ്കോർ? എന്താണ് കോസ്റ്റ് പെർ ക്ലിക്ക്? എന്താണ് ഇംപ്രഷൻ? എന്താണ് കൺവേർഷൻ? എന്താണ് ലാൻഡിംഗ് പേജ്? ഇപ്പോൾ ഈ ടേമുകളൊക്കെ മനസ്സിലായോ? എങ്ങനെയാണ് ഗൂഗിൾ ആഡ് വർക്ക് ചെയ്യണേ? എന്താണ് അതിൻ്റെ ജസ്റ്റ് ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇതിനെ കുറിച്ചിട്ടൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഗൂഗിൾ ആഡ് റാങ്ക് ചെയ്യണേ? എങ്ങനെയാണ് ഗൂഗിൾ ഓരോ ക്ലിക്കിന് ചാർജ് ചെയ്യണേ? അതാണ് കോസ്റ്റ് പെർ ക്ലിക്ക്, ക്വാളിറ്റി സ്കോർ, ആഡ് റാങ്ക് ചെയ്യണു. ക്വാളിറ്റി ഗുഡ് ആയിരിക്കണം. നിങ്ങളുടെ ക്വാളിറ്റി സ്കോർ കൂടുന്തോറും നിങ്ങൾ കോസ്റ്റ് പെർ ക്ലിക്ക് കുറവും മതി. നിങ്ങളുടെ ആഡിന്റെ ആഡ് നന്നായിട്ട് പെർഫോം ചെയ്യും. ഗൂഗിൾ നിങ്ങളുടെ ആഡ് കൂടുതൽ കാണിക്കും. കാരണം നിങ്ങളുടെ ആഡ് നല്ലതാണ്. ക്ലിയർ? ഇത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ക്ലിയർ ആയല്ലോ? എന്താണ് ഗൂഗിൾ ആഡ്സ് അല്ലെങ്കിൽ എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഗൂഗിൾ ആഡ് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ബേസിക് സാധനമാണ് ഞാനിതിൽ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാനൊരു മൊബൈൽ ആപ്പൊക്കെ തരുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ കുറേ കാര്യങ്ങൾ കേട്ടോ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് തരാം ആപ്പ്. അപ്പോൾ ഇപ്പം ഞാൻ ഒരു ഗൂഗിൾ ആഡ് സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ലിങ്ക് വേണം എഴുതി വെച്ചൊന്നുമില്ല. ഈ ads.google.com ചെന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലുള്ള ഒരു ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങളുടെ ക്യാമ്പയിൻ ഗോൾ. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ക്യാമ്പയിൻ ചെയ്യുന്നത്? എൻക്വയറിക്ക് വേണ്ടിയിട്ടാണോ? അഡ്മിഷന് വേണ്ടിയിട്ടാണോ? ട്രാഫിക്കിന് വേണ്ടിയിട്ടാണോ? ഇംപ്രഷന് വേണ്ടിയിട്ടാണോ? പലവർക്കും പലതരം ഒബ്ജക്റ്റീവ് ഉണ്ട്. ചിലവർ ബ്രാൻഡിങ്ങിനൊക്കെ വേണ്ടി ചെയ്യും. ഒരു പുതിയ സാധനം വന്ന് എന്ത് സെർച്ച് ചെയ്താലും ആഡ് വന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരട്ടെ, അതാണ് ബ്രാൻഡിങ് പർപ്പസ്. ചിലർക്ക് വലിയ ബഡ്ജറ്റ് ഉണ്ടാവും. ചിലർക്ക് വലിയ ബഡ്ജറ്റ് ഉണ്ടാവും. ഈ ബഡ്ജറ്റിൽ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിസിറ്റർ അവരുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കും. അപ്പോൾ അവരുടെ പർപ്പസ് ഒരുപാട് പേര് അവരെ കുറിച്ച് അറിയിട്ട് ഇത് ഒരു സ്ട്രാറ്റജിയാണത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നത് ടൂളാണ്. ടൂൾ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ സ്ട്രാറ്റജി പഠിച്ചാലാണ് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് അടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ പറ്റൂ. സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആണ്. മനസ്സിലായോ? ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ മേഖലയിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരിൽ നിന്നാണ് സ്ട്രാറ്റജീസ് കിട്ടുക. അവർക്കറിയാം അതിൻ്റെ ഒരു ഗെയിം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെറ്റിംഗ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിക്സിങ് അറിയാം. അതാണ് സ്ട്രാറ്റജി. സ്ട്രാറ്റജി വേറെ, നിങ്ങളൊരു സ്ഥലത്ത് പോയി പഠിക്കുന്ന ടൂളുകൾ വേറെ. അവരെ ടൂളാണ് പറയാം, എങ്ങനെ ഉപയോഗിക്കണം, കീവേഡ് ആഡ് ചെയ്യണം. പക്ഷെ ഇത് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിച്ചാൽ റിസൾട്ട് വരും, എന്താണ് ഇതിൻ്റെ അപ്രോച്ച്, അതാണ് സ്ട്രാറ്റജി. അപ്പൊ നിങ്ങളൊരു ഡിജിറ്റൽ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഗോൾ വേണം. ചിലപ്പോൾ നിങ്ങളുടെ ഗോൾ എൻക്വയറി ഉണ്ടാക്കാന്നായിരിക്കും, അത് ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ ട്രാഫിക് ആയിരിക്കും, അത് ഡിഫറെൻ്റ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ ആദ്യം തന്നെ നിങ്ങളൊരു ക്യാമ്പയിൻ ഗോൾ സെറ്റ് ചെയ്യണം. അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ക്യാമ്പയിൻ ടൈപ്പ്. ക്യാമ്പയിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിൾ വഴി പലതരത്തിലുള്ള ആഡ് ചെയ്യാം. ഈ യൂട്യൂബിലൊക്കെ നിങ്ങൾ വീഡിയോ ആഡ് കാണുന്നില്ലേ, അത് ഗൂഗിൾ വഴി ചെയ്യുന്നതാ. ഗൂഗിളിന്റെ തന്നെയാണ് യൂട്യൂബ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് സെർച്ച് ക്യാമ്പയിൻ ആണ്. നിങ്ങൾ കൂടുതലും ചെയ്യേണ്ടത് സെർച്ച് ക്യാമ്പയിനാണ്. ആരെങ്കിലും സെർച്ച് ക്യാമ്പയിൻ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് റിസ്ക് ഇല്ല. ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് കാണിക്കുന്നു, അവർ കൺവേർട്ട് ആവാനുള്ള ചാൻസ് ഹൈ ആണ്. അവർ പൊട്ടൻഷ്യൽ കസ്റ്റമർ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതാണ് സെർച്ച് ക്യാമ്പയിൻ. അടുത്തതാണ് ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എത്ര രൂപ ബഡ്ജറ്റ് ഉണ്ട്, എത്ര രൂപ സ്പെൻഡ് ചെയ്യാം, അതാണ് ബഡ്ജറ്റിംഗ്.
പിന്നെ നിങ്ങൾ ആഡ് ക്രിയേറ്റ് ചെയ്യണം, ലോഞ്ച് ചെയ്യണം. അതാണ് നേരത്തെ കാണിച്ചത്. അതാണ് ഒരു ക്യാമ്പയിൻ. അതൊരു വലിയൊരു പ്രോസസ്സാണ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കുറച്ച് ടെക്നിക്കലി പഠിച്ചാലാണ് നിങ്ങളെ കൊണ്ടത് പറ്റൂ. ഞാനിപ്പോൾ ഒരു ഓണർ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞെന്നുള്ളത്. എന്താണ് ആഡ് റാങ്ക്, എന്താണ് കീവേഡ്, എന്താണ് ഗൂഗിൾ, അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പുകളെ കുറിച്ച് അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അത് പറഞ്ഞത്. ഓക്കെ, ഇനി എന്താണ് ഒരു ഗൂഗിൾ ആഡിന്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് ഒരു ഗൂഗിൾ ആഡ് സ്ട്രക്ചർ? ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഇത് വേണമെങ്കിൽ ഇത് വരയ്ക്കണമെങ്കിൽ വരച്ചോട്ടെ. അത് മൊത്തം വരയ്ക്കണമെന്നില്ല, ഇത്ര ഭാഗം മാത്രം വരച്ചാലും മതി. ഇത്ര ഭാഗം മാത്രം വരച്ചാലും മതി, സെയിം ആണ്. ഇത്ര ഭാഗം വേണമെങ്കിൽ വരച്ചു വെച്ച് നല്ലതാണ്. ഗൂഗിൾ ആഡ് ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതാണ് അക്കൗണ്ട്. ജിമെയിൽ വെച്ചിട്ട് നമുക്ക് അക്കൗണ്ട് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ആഡ് ഗ്രൂപ്പിലാണ് നമ്മൾ കീവേഡും ആഡൊക്കെ ഇടുന്നത്. അത് വേറൊരു കോൺസെപ്റ്റാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. കാരണം അത് ഫുള്ള് പഠിക്കണമെങ്കിൽ പഠിക്കാൻ പറ്റില്ല. അത് കുറേ സമയം എടുത്തിട്ട് പഠിക്കുന്ന സാധനമാണ്. അപ്പൊ ഈ ടേമുകൾ എടുത്തു വെക്കുക. അക്കൗണ്ട്, അതാണ് അതിന്റെ മോഡൽ. ആദ്യം അക്കൗണ്ട്, പിന്നെ ക്യാമ്പയിൻ, പിന്നെ ആഡ് ഗ്രൂപ്പ്, പിന്നെ ആഡ്. ആ ഒരു സ്റ്റെപ്പ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതൊക്കെ പെട്ടെന്ന് പിന്നീട് ആയാലും എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗൂഗിൾ ആഡ് സ്ട്രക്ചർ കാണിച്ചത്. ക്ലിയർ? ഇത്രയും ക്ലിയർ ആണോ? അടുത്തതാണ് നിങ്ങളൊരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ബഡ്ജറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയും. ഒരു സെക്കൻഡ്. എല്ലാവരും ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ബഡ്ജറ്റ് ഡിഫൈൻ ചെയ്യുന്നത്? എത്ര രൂപയൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാം? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് അടുത്ത ലെവലിൽ കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു ഗെയിം അറിഞ്ഞാൽ മാത്രമേ കൊണ്ടുപോകൂ. നിങ്ങൾ ചെയ്യുന്ന ഏജൻസിക്കാരോ ഫ്രീലാൻസറാരോ അവരൊന്നും നിങ്ങളെ ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്നില്ല. അവർ എന്നിട്ട് പറയാം, ഒരു അക്ഷരം എന്നൊരു അക്ഷരം അവർ തുറന്ന് പറയില്ല. ഓക്കെ, എന്താണ് ബഡ്ജറ്റിംഗ്? നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പുതിയ ക്യാമ്പയിൻ ചെയ്യും, ഗൂഗിൾ ആഡ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഏറ്റവും ചെറിയ ബഡ്ജറ്റിലാണ് ഇടേണ്ടത്. ഏറ്റവും ചെറിയ ബഡ്ജറ്റ് ഒരു 500 രൂപ അല്ലെങ്കിൽ 300 രൂപയ്ക്ക് ആയിരിക്കണം ഡെയിലി ഇടേണ്ടത്. ഡെയിലി 300 രൂപയ്ക്ക് ഇട്ടിട്ട് നിങ്ങൾ അതൊരു 1 വീക്ക് ഒബ്സർവ് ചെയ്യണം. എത്ര ക്ലിക്കുകൾ വരുന്നുണ്ട്, വരുന്ന ക്ലിക്കിൽ നിന്ന് എൻക്വയറി ഉണ്ടോ, എല്ലാം. ക്ലിയർ? അപ്പൊ എൻക്വയറി വരുന്നുണ്ടോ ഇല്ലെന്ന് അറിയുന്നതിന് മുന്നേ, ക്യാമ്പയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾ തറോലി ചെക്ക് ചെയ്യണം. അതിലുള്ള എൻക്വയറി ഫോം വർക്ക് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ തന്നെ സാമ്പിൾ എൻക്വയറി നടത്തണം. നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇമെയിൽ വരുന്നുണ്ടോ, CRMലേക്ക് പോകുന്നുണ്ടോ എന്നീ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ ആയോ? എന്നീ കാര്യങ്ങൾ നിങ്ങൾ വളരെ തറോലി മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം തന്നെ അത് ചെയ്യണം. നിങ്ങളുടെ സൈറ്റ് വർക്കിംഗ് ആണോ, അതുപോലെ എൻക്വയറി ഫോം വർക്കിംഗ് ആണോ, അതേപോലെ തന്നെ ഒരു ചെറിയ ബഡ്ജറ്റ് ഇട്ടിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ ബഡ്ജറ്റ്. അപ്പം നമുക്കറിയാൻ പറ്റും അതിൽ നിന്ന് ക്ലിക്ക് വരുന്നുണ്ട്, എൻക്വയറി വരുന്നുണ്ട്. അപ്പം ചില ദിവസം ക്ലിക്ക് വരുന്നില്ലെങ്കിൽ, ചിലപ്പോൾ എൻക്വയറി വരുന്നില്ലെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ ക്ലിയർ ചെയ്ത് അതിനെ ഒബ്സർവ് ചെയ്ത് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറയും. ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറയും. ഈ ഒപ്റ്റിമൈസേഷൻ ആണ് ഗൂഗിൾ ആഡ് നമ്മൾ എവറി ഡേ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം. നമുക്ക് അതിനുള്ള ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ പറ്റും. അത് കൃത്യം പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒപ്റ്റിമൈസേഷൻ. ക്ലിയർ ആണോ? ചെറിയ ബഡ്ജറ്റ് ഇടുക, റിസൾട്ട് ഉണ്ടോ നോക്കാം. റിസൾട്ട് ഉണ്ട്, കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തൊരു വീണ്ടും ഒന്നും കൂടി ബഡ്ജറ്റ് കൂട്ടുക, അതനുസരിച്ച് ചെയ്യാൻ നോക്കാം.
ഓക്കെ. ഞാൻ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. നിങ്ങളത് പറയാൻ പറ്റുന്നു. അതായത് നിങ്ങൾ ഒപ്റ്റിമൈസ് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ദിവസം 1000 റുപ്പീസ് ബഡ്ജറ്റ് ഇട്ടു. ഗൂഗിളിൽ നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1000 റുപ്പീസ് ആണ്. ഒരു ദിവസം ഇട്ടു. ഒരു ദിവസം ഇട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ 1000 റുപ്പീസ് സ്പെൻഡ് ആയി. അല്ലെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ പറയാം, നിങ്ങളുടെ ആഡ് 24 മണിക്കൂർ റൺ ചെയ്യുന്നതാണ്. നിങ്ങൾ ആഡ് റൺ ചെയ്തു, 1000 റുപ്പീസ് ഇട്ടു. രാവിലെ 11 മണി ആയപ്പോഴേക്കും നിങ്ങളുടെ ആഡ് സ്പെൻഡായി. ക്ലിക്കിന് പൈസ കൊടുക്കണം. ആഡ് നിങ്ങൾ സ്പെൻഡായി, നിങ്ങൾക്ക് എൻക്വയറിയും കിട്ടുന്നു. ആവശ്യത്തിലധികം എൻക്വയറിയും കിട്ടി, നിങ്ങൾ ഹാപ്പിയാണ്. പക്ഷെ 11 മണി ആയപ്പോഴേക്കും നിങ്ങളുടെ ആഡ് തീർന്നു, സ്പെൻഡ് ചെയ്ത് തീർന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാം ആർക്കെങ്കിലും? നിങ്ങൾക്ക് ഇനിയും അതിൽ സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയും നിങ്ങൾക്ക് അതിൽ സ്പെൻഡ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. ഇനിയും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്താൽ ഇനിയും നിങ്ങൾക്ക് എൻക്വയറി കൂടാം. അപ്പൊ നിങ്ങൾ 1000 എന്നുള്ളത് 2000 ആക്കി, ഒന്നും കൂടി എൻക്വയറി കൂടി. ഞാൻ നിങ്ങളടുത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു കാര്യം പറയുന്നത്, ഒരു ക്ലയന്റിന് വേണ്ടിയിട്ട് ഞാൻ 1 മില്യൺ എന്നൊക്കെ പറഞ്ഞത്, ആ ക്ലയന്റിന് വേണ്ടിയിട്ട് ഫസ്റ്റ് മന്ത് ഞാൻ സ്പെൻഡ് ചെയ്ത് 10,000 റുപ്പീസ് ആണ്. ആ 10,000ൽ നിന്നാണ് ഞാൻ 45 lakhs വരെ എത്തിയ ഒരു മാസം. ക്യാൻ യു ഇമാജിൻ ഇറ്റ്? 45 lakhs ഒരു മാസം ഞാൻ സ്പെൻഡ് ചെയ്തത്. അപ്പൊ ഞാനൊരു 10,000 ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ 10,000 ഡെയിലി ആയി, ഒരു 1000 ഇട്ടു. 1000 ഇട്ട് കഴിഞ്ഞപ്പോൾ 11 മണി ആയപ്പോഴേക്കും തീർന്നു. എനിക്ക് എൻക്വയറിയും കിട്ടണു. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് സ്കോപ്പ് ഉണ്ടെന്ന്. അതാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. 1000 രൂപ ഞാൻ മുടക്കി, എൻക്വയറി വരുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി സ്കോപ്പ് ഉണ്ട്. ഞാൻ 2000 മുടക്കി, വീണ്ടും എൻക്വയറി കൂടി. അപ്പൊ തന്നെ ഞാൻ അതിന്റെ ബോസിനോട് പറഞ്ഞു, സാറേ അക്കാഡമിക് കൗൺസിലർ എടുക്കൂ, ഞാൻ എൻക്വയറി തരാം. ഇത് നിങ്ങളുടെ ഏജൻസി പറയണം എന്നില്ല. അവർ നിങ്ങൾ എന്ത് പറയണം അതാണ് ചെയ്തു പോകും. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ അവരോട് ചോദിക്കണം. നമ്മുടെ ബഡ്ജറ്റ് തീരുന്നുണ്ടോ? ഇനി ഇത് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇനി ബഡ്ജറ്റ് കൂട്ടി, മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും പറയും 1 രൂപ നിങ്ങൾ കൂട്ടി സ്പെൻഡ് ചെയ്യണ്ട, ഞങ്ങൾക്ക് ഗൂഗിൾ ആഡിന്റെ ബഡ്ജറ്റ് 10,000 രൂപയാണ് ഫിക്സഡ്. നിങ്ങൾ ആ ഒരു ടേം പറയരുത്. അത് നിങ്ങളുടെ ഒരു ഫൂളിഷ്നെസ് ആണ്. നിങ്ങൾ പറയണം എത്ര രൂപ സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നമുക്ക് എൻക്വയറി ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങളാണത് പറയേണ്ടത്. ഇനി സ്പെൻഡ് ചെയ്ത് ഇനി എൻക്വയറി വരോ, ക്വാളിറ്റി എൻക്വയറി വരുന്നുണ്ടോ, ഞങ്ങൾ വി ആർ റെഡി ടു സ്പെൻഡ്. നിങ്ങളാണ് നമ്മൾ അഡ്വൈസ് ചെയ്യേണ്ടത്. നമ്മളിത് ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ തയ്യാറാണ്. നമുക്ക് വേണമെങ്കിൽ ടീമിനെ കൂട്ടാം. കൂടുതൽ എൻക്വയറി നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കൗൺസിലേഴ്സിനെ കൂട്ടാം. ഞങ്ങൾ സ്കെയിലപ്പ് ചെയ്യാൻ തയ്യാറാണ്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഡിജിറ്റൽ ഏജൻസി ആയിട്ടുണ്ടാവണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്ക ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് പറയുന്നത് അവർക്ക് അറിയില്ല. അവരത് ചെയ്തു വെക്കണം, ബഡ്ജറ്റ് വെക്കണം, അവരൊന്നും നോക്കാൻ പാടില്ല. അവർ വേറെ അതിൻ്റെയും പലതരം വെർട്ടിക്കലും അവർ ബിസി ആയിരിക്കും. അതാണ് ചില ഏജൻസിയിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരാൾ തന്നെ റിയൽ എസ്റ്റേറ്റ് ചെയ്യണതും മാട്രിമോണിയൽ ചെയ്യണതും എഡ്യൂക്കേഷൻ ചെയ്യണതും എല്ലാം ഒരാൾ തന്നെയായിരിക്കും. അവർ നിങ്ങൾ എന്താ പറഞ്ഞത് അതനുസരിച്ച് ചെയ്യുന്നുള്ളതാണ്. അവരിൽ നിങ്ങളെ അഡ്വൈസ് ചെയ്യാനോ അതിൽ കാണുന്ന പല ഇൻസൈറ്റുകളുണ്ട്. ദേ വോണ്ട് ഷെയർ വിത്ത് യു. ആ ഇൻസൈറ്റുകളാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് 10,000 രൂപ ഞാൻ മുടക്കിയ ക്ലയന്റിന് 45 ലക്ഷത്തിൽ. കാരണം ഞാൻ ആ ആളായിട്ട് എപ്പോഴും സ്കെയിൽ സ്കോപ്പ് ഉണ്ട്. ഞാൻ തന്നെ അങ്ങോട്ട് പറയണം ഇത്ര സ്കോപ്പ് ഉണ്ട്. 1000 രൂപ 11 തീർന്നു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇതിന് പൊട്ടൻഷ്യൽ ഉണ്ട്, ഒരുപാട് റീച്ചിന് ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വീണ്ടും 2000 ആക്കാം, വീണ്ടും ടീമിനെ കൂട്ടാം. അങ്ങനെ കൂട്ടി അത് കഴിഞ്ഞപ്പോൾ വേറെ ഗൂഗിൾ ആഡ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ എക്സ്റ്റേണൽ ഏജൻസിയിലേക്ക് പോയി, വേർ വി ക്യാൻ ജനറേറ്റ് ലീഡ്സ്. അത് ഞാൻ നിങ്ങളോട് തുടക്കം പറഞ്ഞ 20,000 ലീഡ് വരെ എത്തി ഒരു മാസം. അങ്ങനെയാണ് എക്സ്റ്റേണൽ ഏജൻസീസിൽ പോയി. പിന്നെ ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി എവിടെ നിന്നാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്, ഏതൊക്കെ വെബ്സൈറ്റുകളിലാണ് പോകുന്നത്, അവരുടെ ഡാറ്റാബേസ് എങ്ങനെ, അവരിലേക്ക് എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കാം. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞങ്ങൾ ഒരു ലെവൽ വിട്ട് കഴിഞ്ഞപ്പോൾ ഇത്ര ഒരുപാട് ഡാറ്റ വന്നു. പിന്നെ നമ്മൾ എടുക്കുന്ന ഡാറ്റയുടെ കോസ്റ്റ് ഭയങ്കര ഹൈ ആയി തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി ഇനി നമുക്ക് എങ്ങനെ ബിസിനസ് കൂട്ടാം. അങ്ങനെയാണ് ഡാറ്റ അനാലിസിസ് നടത്തിയത്. അങ്ങനെയാണ് പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇംപ്ലിമെന്റ് ചെയ്തെന്ന് പറഞ്ഞത്. ക്ലിയർ ആവുണ്ടോ? എന്താണ് ബഡ്ജറ്റിംഗ്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ആർക്കൊക്കെ മനസ്സിലായി? മനസ്സിലായവരായവർ തംസപ്പ് അടിക്കുക.
എന്തെങ്കിലും ചോദിക്കാം. നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ലേ? ആർക്കും ഒരു വളരെ ചിലവരൊക്കെ ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കും. തുടക്കായിരുന്നു ഡൗട്ട് ചോദിക്കുന്ന ആള് വന്നിട്ടില്ലല്ലോ ഇന്ന്. ആളവിടെ പോയാവോ? നിങ്ങക്ക് മനസ്സിലാവണുണ്ട് ഇതേവരെ? ഇനി ഓക്കെ, സൂപ്പർ. പിന്നെ എൻ്റെ ഒരു ചോദ്യം, ഞാൻ ഈ പറയുന്നതൊക്കെ ബിസിനസ് ഓണറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോണ്ടന്റ് ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ ചിന്തിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ ഇതാണ്. നിങ്ങൾ അതിൽ ടൂ മച്ച് ടെക്നിക്കലി നിങ്ങൾക്ക് അറിയണമെന്നില്ല. പക്ഷെ ചില ഭാഗങ്ങൾ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്. എന്നാലാണ് നിങ്ങൾക്ക് അതിൽ ഇൻവോൾവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവർക്ക് നിങ്ങൾ നല്ലൊരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് വെരി ഇമ്പോർട്ടന്റ്. ഡിഫറെന്റ് കൈൻഡ് ഓഫ് വർക്കിംഗ് മോഡലാണ്. നിങ്ങൾക്കത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടതാണ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഗൂഗിൾ ആഡ്സ് നമ്മൾ പലതരത്തിൽ നമുക്ക് പലവരായിട്ടും വർക്ക് ചെയ്യാം. അത് മാർക്കറ്റിലുള്ള ഒരു നോർമൽ സ്റ്റൈലാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങളാണ് തീരുമാനിക്കേണ്ട ഏത് മോഡലിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. പലതരത്തിലും മാർക്കറ്റിലുണ്ട്. പലതരത്തിലുള്ള സംഭവമുണ്ട്. അതിലുള്ള ഒരു മോഡലാണ് ഇത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേരട്ടെ. കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഏജൻസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഡിസ്കഷൻസ് നടത്തണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് ആഡ് സ്പെൻഡ്. ഓക്കെ, നിങ്ങൾ അവരോട് ചോദിക്കണം, നമ്മളെങ്ങനെ ഗൂഗിൾ ആഡ് ചെയ്യണം, നിങ്ങൾ എങ്ങനെയാണ് റേറ്റ് എന്ന് ചോദിക്കാം. അപ്പൊ ചിലവർ പറയും നിങ്ങൾ എത്രയാണോ സ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ഒരു പെർസെൻറ്റേജ് തരാൻ പറയും. ചിലർ 10% വാങ്ങുന്നവരുണ്ട്, ചിലർ 15% വാങ്ങുന്നവരുണ്ട്, ചിലർ 25% വാങ്ങുന്നവരുണ്ട്, ചിലർ 40% വാങ്ങുന്നവരുണ്ട്, ചിലർ 5% വാങ്ങുന്നവരുണ്ട്. കാരണം റേറ്റ് കൂടുതൽ വാങ്ങുമ്പോൾ അവർക്കറിയാം അവർ വെറുത്തായിരിക്കും. ആ രീതിയിലുള്ള കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവും. ഈ സിനാരിയോയിൽ അപ്പൊ അവർ പറയാണ് ആഡ് സ്പെൻഡിന്റെ ഇത്ര കാശ് എന്ന് പറയുമ്പോൾ ഈ സിനാരിയോയിൽ എത്ര രൂപയാണോ മുടക്കുന്നത് അത് അവർ കാണിച്ചു തരണം. അവർ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അവർ പറയാണ് ഞങ്ങൾ അത് കാണിച്ചു തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ട്രാൻസ്പെറൻസി ഇല്ല. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് മൊത്തം സ്പെൻഡ് ചെയ്യണം എന്നില്ല. അപ്പൊ അത് അങ്ങനെയുള്ളവരോട് നിങ്ങൾ കൃത്യമായിട്ട് പറയണം, നമ്മൾ എത്രയാണോ സ്പെൻഡ് ചെയ്യണം അതിന് ഇത്ര പെർസെന്റ് ഞങ്ങൾ വി ആർ റെഡി ടു പേ. പക്ഷെ നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്തു എന്നുള്ളത് ഞങ്ങളെ കാണിച്ചു തരണം. പല മെത്തേഡിൽ നമുക്കത് കാണാം. അത് ഞാൻ നിങ്ങളെ പറഞ്ഞുതരാം എങ്ങനെയൊക്കെ മെത്തേഡാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മാസം ഗൂഗിളിൽ സ്പെൻഡ് ചെയ്താൽ നമുക്കതിന്റെ ഇൻവോയ്സ് കാണാം. ഞാൻ വേണേ അത് കാണിച്ചു തരാം. ഇതാണ് നമ്മളൊരു ക്ലയന്റ് എങ്കിൽ ഇവിടെ നമുക്ക് ബില്ലിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു ഡോക്യുമെന്റ് എടുത്താല് ഇപ്പോൾ ഇവിടെ കണ്ട നവംബർ, ഡിസംബർ, ഇപ്പൊ ഞാൻ നവംബറിൽ ഡിസംബറിൽ 4,29,000 രൂപ സ്പെൻഡ് ചെയ്തു. എനിക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവോയ്സ് കിട്ടും. ഞാൻ ഈ ഇൻവോയ്സ് എൻ്റെ ക്ലയന്റിന് അയച്ചു കൊടുക്കും. അപ്പൊ ആ ക്ലയന്റ് നോക്കി കഴിയുമ്പോൾ കാണാൻ പറ്റും ഇത്ര രൂപ സ്പെൻഡ് ആയിരുന്നു. ഇതുപോലെ തന്നെ നിങ്ങൾ ആർക്കാണോ ചെയ്യുന്നത് അവർക്കും ഇതേപോലെ ഇൻവോയ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അവരോട് പറയണം ഞങ്ങൾ ആ ഇൻവോയ്സ് ഞങ്ങളെ കാണിച്ചു തരാൻ പറയുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കൊക്കെ മനസ്സിലായി?
ക്ലിയർ ആയോ? റെസ്പോണ്ട് ചെയ്യാ പ്ലീസ്. മനസ്സിലായോ? ഓക്കെ, ഗുഡ്. രണ്ടാമത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ, ചിലവർ പറയും ഞങ്ങൾ ഗൂഗിൾ ആഡ് ചെയ്തുതരാം, ഞങ്ങളുടെ ഒരു മാസത്തെ ഇത്ര ഫിക്സഡ് ചാർജ് ആണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ആയവർ ആ ലെവലിൽ ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾക്ക് ഒരു മാസം ഇത്ര തരണം എന്ന് പറയും. നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്യണം, ചിലപ്പോൾ നിങ്ങൾ 2000 ആയിരിക്കും സ്പെൻഡ് ചെയ്യണം, ചിലപ്പോൾ 5000 ആയിരിക്കും സ്പെൻഡ് ചെയ്യണം, എന്റെ ചാർജ് ഇത്ര ആണ് പെർ മന്ത്. അങ്ങനെ ചാർജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഓരോ സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ ആണ്. പക്ഷെ നിങ്ങൾ ആരായിട്ട് ചെയ്യുന്ന അതിന് മുന്നേ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. ഇങ്ങനെ ഒരു ഫിക്സഡ് റൂൾ ഒന്നുമില്ല, ഇങ്ങനെയേ വർക്ക് ചെയ്യാവൂ എന്നുള്ളതില്ല. പക്ഷെ എന്താണോ ചെയ്യണത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം. ഇപ്പൊ ഒരാൾ പറയുന്ന ആഡ് സ്പെൻഡിന്റെ ആണെങ്കിൽ നിങ്ങളത് എത്ര സ്പെൻഡ് ചെയ്യുന്നത് കാണാനുള്ള ഫുൾ റൈറ്റ് നിങ്ങൾക്കുണ്ട്. കാരണം എത്ര സ്പെൻഡ് ആ പെർസെൻറ്റേജ് ആണ് അവർക്ക് കൊടുക്കുന്നത്. പക്ഷെ എന്തിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം. ചിലർ പറയും ഫിക്സഡ് ആന്ന് പറയും. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അതാണ് ഒരു ക്ലാരിറ്റി വേണം. നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണത്. ഓക്കെ, അല്ലെങ്കിൽ അവരയക്കുന്ന ഒരു ഇൻവോയ്സ്, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതുപോലത്തെ ടേമുകളായിട്ട് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം. എത്ര ക്ലിക്ക് വന്നു, ഇംപ്രഷൻ വന്നു, CTR വന്നു, പല കാര്യങ്ങൾ അവരിങ്ങനെ പറയും. അവിടെ ലാൻഡിംഗ് പേജിൽ പോയി, അല്ലെങ്കിൽ അവിടെ ആഡർ, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന് അടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ പറ്റൂ. ഇവിടുത്തെ മിക്ക എഡ്യൂക്കേഷൻ മിക്ക എന്റെ ക്ലയന്റുകളും ഒന്നും എന്തിട്ട് ചെയ്യണമെന്ന് അറിയില്ല. എന്റെ പല പല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസുകളുണ്ട്. അത് ഞാൻ സമയമില്ല, അല്ലെങ്കിൽ ഞാൻ പിന്നീട് പറയായിരുന്നു. അടുത്തൊരു മോഡലാണ് ലീഡ് ഗ്യാരണ്ടി മോഡൽ. ഈ ലീഡ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ, ചില ഏജൻസിക്കാർ പറയും നിങ്ങൾ നമുക്കൊരു 50,000 രൂപ തന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് ഒരു മാസം ഇത്തരം ലീഡ് തരും. അപ്പൊ നിങ്ങളെ ലീഡ് നിങ്ങൾക്ക് കിട്ടുന്നു, നിങ്ങൾ ആ ലീഡ് പ്രോസസ് ചെയ്യുന്നു, നിങ്ങൾക്ക് ലീഡിൽ നിന്ന് അഡ്മിഷൻ കിട്ടുന്നു, നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾ നോക്കുമ്പോൾ സ്പെൻഡ് ചെയ്യണേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ആണ്. ഏജൻസി ചിലപ്പോൾ 50,000 ചിലപ്പോൾ 10,000 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്യണ്ടാവുള്ളൂ ഗൂഗിളില്. പക്ഷെ പുള്ളി അവർ പറഞ്ഞ ലീഡ് നിങ്ങൾക്ക് തരുകയും ചെയ്യും. കാരണം പുള്ളിക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട്. ഏത് കീവേഡാ വർക്കൗട്ട് ആവണേ, ഏത് സ്ട്രാറ്റജിയാ വർക്കൗട്ട് ആവണേ, ഇങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് നല്ല ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ അവരാ ലീഡ് മോഡൽ ചെയ്യുന്നവരുണ്ട്. അതാണ് ലീഡ് ഗ്യാരണ്ടി മോഡൽ എന്ന് പറയും. ചിലവരുടെ ഫുൾ സർവീസ് മാനേജ്മെന്റ്. ഇപ്പൊ ഞാൻ ഫുൾ സർവീസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വേറൊരു മോഡലാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ടെസ്റ്റിംഗ് ഹബ് ആയിട്ടൊക്കെ ചെയ്യാന്ന് പറഞ്ഞാല്, ഞാൻ അവരുടെ ആഡ് സ്പെൻഡ് അവരുടെ അക്കൗണ്ടാണ് അവർ സ്പെൻഡ് ചെയ്യുന്നു, അവരുടെ സെയിൽസ് ടീമിനെ മാനേജ് ചെയ്യുന്നു, എൻക്വയറി ജനറൽ, അത് ഫുൾ വർക്കിംഗ് ആണ്. അത്രയും കൂടി കമ്പനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയണ്ട. കമ്പനി റെഡി ടു സ്പെൻഡ്, നമ്മൾ അവരുടെ സെയിൽസ് ടീമിനെ മാനേജ് ചെയ്ത് എൻക്വയറി ഉണ്ടാക്കി, അത് വേറൊരു മോഡലാണ്. അതായത് ചിലപ്പോൾ ഓരോ അഡ്മിഷന് നമ്മൾ ഇത്രയും കാശ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു മോഡലാണ്. വലിയ വലിയ സ്ഥാപനക്കാർ എഡ്യൂക്കേഷൻ, അങ്ങനത്തെ 2-3 എഡ്യൂക്കേഷൻ ക്ലയന്റ് ഉള്ളതാണ്. കാരണം മൊത്തം അവരുടെ ടീമിനെയൊക്കെ മാനേജ് ചെയ്യുന്നു, അവർ മൊത്തം ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ തന്നെ ആഡ് ചെയ്യുന്നു, ഡേറ്റ കൊണ്ടുവരുന്നു, ഡേറ്റനെ അവരുടെ സെയിൽസ് ടീമിനെ കൊണ്ട് പ്രോസസ് ചെയ്യിപ്പിക്കുന്നു, അഡ്മിഷൻ നടത്തുന്നു, മീറ്റിങ്ങുകൾ നടത്തുന്നു, റെഗുലർ ആയിട്ടുള്ള മീറ്റിംഗ് നടത്തുന്നു, ഇമ്പ്രൂവ് ചെയ്യുന്നു, മാനേജ്മെന്റിന്റെ അടുത്ത് നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ച് പറഞ്ഞു, വേറൊരു ലെവലാണ്. ക്ലിയർ? ഇനി ഇതിൽ തന്നെ ശരിക്കും അടുത്ത പേജിൽ കണക്റ്റഡ് ആണെന്നാലും ഞാൻ ഇപ്പൊ പറയുന്നത്. നോർമലി അല്ല, ഏറ്റവും നല്ല പ്രാക്ടീസ് എന്ന് പറയുന്നത്, നിങ്ങൾ തന്നെ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ആക്സസ് അവർക്ക് കൊടുക്കാം. അതാണ് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ്. നിങ്ങൾ തന്നെ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ആഡ് അക്കൗണ്ട് സെറ്റപ്പ് ഒരു ആഡ് അക്കൗണ്ട് ജസ്റ്റ് സെറ്റപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ ഒരു ആഡ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ ആക്സസ് നിങ്ങൾക്ക് തരാൻ പറയാം. ഓക്കെ, അതിനെയാണ് നിങ്ങൾ തന്നെ അക്കൗണ്ട് ആക്കിയിട്ട് അതിന്റെ ആക്സസ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാം. ആക്സസ് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് അവരുടെ ആക്സസ് എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ അതിൽ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും.
ചില ഏജൻസിക്കാർ സമ്മതിക്കില്ല. ചിലർ പറയും ഞങ്ങളുടെ സ്ട്രാറ്റജി ഒക്കെ നിങ്ങൾ കാണുമെന്ന് പറയും. ഓക്കെ, ഫൈൻ. അങ്ങനെയുള്ളവരാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എത്ര മുടക്കി എന്നുള്ളതിന്റെ ഇൻവോയ്സ് തരാൻ പറയാം. അതുപോലെ തന്നെ അതിന്റെ റിപ്പോർട്ട് തരാൻ പറയാം. റിപ്പോർട്ട് എന്ന് പറയുന്നത് എത്ര ക്ലിക്ക് കിട്ടി. അപ്പൊ അവർ പറയാണ് കഴിഞ്ഞ മാസം 10,000 രൂപ സ്പെൻഡ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എനിക്ക് കഴിഞ്ഞ മാസം 500 ക്ലിക്ക് കിട്ടി, ഒരു ക്ലിക്കിന് 20 രൂപയായി എന്നുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ നിങ്ങൾക്ക്. അതാണ് റിപ്പോർട്ട്. അവർ റിപ്പോർട്ടും ചോദിക്കണം, അവരുടെ അടുത്ത് ഇൻവോയ്സും ചോദിക്കണം. അവര് they are supposed to give you all the details. ക്ലിയർ ആയോ? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യാൻ പോണ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട്? എനി ഡൗട്ട്? ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഏതെങ്കിലും മേഖലയിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടായിരുന്നോ? ഇങ്ങനെയാണോ ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ തോട്ട് ഉണ്ടായിരുന്നു? അതിനൊക്കെ ഒരു ക്ലാരിറ്റി വന്നോ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കൂ പ്ലീസ്. ക്ലിയർ? ഓക്കെ, ഗുഡ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഗൂഗിൾ ആഡ്സ് മാനേജർ അക്കൗണ്ട്. ഈ മാനേജർ അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം. എന്താണ് മാനേജർ അക്കൗണ്ട്? ഇത് നിങ്ങൾ ടേം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാനേജർ അക്കൗണ്ടിനോട് പറയാൻ കാര്യം. എന്താണ് മാനേജർ അക്കൗണ്ട്? എന്താണ് മാനേജർ? ഇതൊന്ന് എഴുതിയെടുത്തോളൂ. ഗൂഗിൾ ആഡ്സ് മാനേജർ അക്കൗണ്ട്, ഫോർമർലി നോൺ ആസ് മൈ ക്ലയന്റ് സെന്റർ, MCC എന്ന് പറയും. ഇപ്പൊ ഞാനൊരു ഏജൻസിയാണ്, എനിക്കൊരു 50 ക്ലയന്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ 5 ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാണ്, 5 പേര് എന്റെ ക്ലയന്റ് ആണെങ്കിൽ ഞാൻ ഈ മാനേജർ അക്കൗണ്ട് വഴിയാണ് എല്ലാവരെയും മാനേജ് ചെയ്യണത്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാല് ഞാനത് കാണിച്ചു തരാം. ഇതേപോലെ ഇരിക്കും മാനേജർ അക്കൗണ്ട്. ഇത് എൻ്റെ ഒരു ക്ലയന്റ് ആണ്. ബ്ലൂഷെൽ എൻ്റെ ഒരു ക്ലയന്റ് ആണ്, ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം. എലഗന്റ് IAS അക്കാഡമി എൻ്റെ ക്ലയന്റ് ആണ്. ഇന്റർണൽ ലീഡ്സ് ട്രെയിനിങ് നമ്മുടെ തന്നെ സൈറ്റ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിനെയാണ് ഓരോ ക്ലയന്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഒരു അക്കൗണ്ട് ആദ്യം ഉണ്ടാക്കണം. ഈ അക്കൗണ്ട് എനിക്ക് എന്ത് ചെയ്യാം? നിങ്ങളിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ആരുടെയെങ്കിലും നിങ്ങളൊരു സ്ഥാപനത്തിന് ഞാൻ ഒരു ഗൂഗിൾ ആഡ് അക്കൗണ്ട് ഉണ്ടാക്കണു, അല്ലെങ്കിൽ നിങ്ങളൊരു ഗൂഗിൾ ആഡ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ ഗൂഗിൾ ആഡ് അക്കൗണ്ട് എനിക്ക് ഇവിടെ കണക്ട് ചെയ്യാം. കണ്ടോ? ലിങ്ക് എക്സിസ്റ്റിംഗ് അക്കൗണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് എനിക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷന് ഞാൻ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ നിങ്ങളുടെ ഓരോ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലഗന്റ് IAS അക്കാഡമിയുടെ എടുത്തു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ കണ്ട ഈ നമ്പർ 10 ഡിജിറ്റ് നമ്പർ, ഇതിനെയാണ് പറയണേ കസ്റ്റമർ ID എന്ന് പറയും. ഓരോ അക്കൗണ്ട് എടുത്തിട്ട് അതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ നമ്പറിനെയാണ് കസ്റ്റമർ ID എന്ന് പറയും. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാറ്. കസ്റ്റമർ ID.
നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടോ, നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ഐ ഡി ഉണ്ട്. ഓരോ അക്കൗണ്ടിനും ഓരോ യുണിക് ആയിട്ടുള്ള കസ്റ്റമർ ഐ ഡി ഉണ്ട്. ക്ലിയർ? അപ്പൊ ഈ കസ്റ്റമർ ഐ ഡി ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുക. ലിങ്ക് എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുണ്ടോ? അപ്പൊ ഞാൻ ഇവിടെ കസ്റ്റമർ ഐ ഡി ആഡ് ചെയ്യും. കാണിച്ചു തരാം. ഇവിടെ എനിക്ക് എൻ്റർ യുവർ കസ്റ്റമർ ഐ ഡി ആഡ് ചെയ്യും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടോ, നിങ്ങളുടെ കസ്റ്റമർ ഐ ഡി ഞാൻ ഇവിടെ ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരും. ബെസ്റ്റ് പ്രാക്ടീസ് അതാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു ഏജൻസി ആയിട്ട് വേണ്ടേ, നിങ്ങൾക്ക് അവരുടെ ആക്സസ് എടുത്ത് മാറ്റിയാൽ മതി. അപ്പൊ ഈ ഒരു ഏജൻസികളൊക്കെ വർക്ക് ചെയ്യുന്നത് ഇതേപോലത്തെ ഗൂഗിൾ ആഡ്സ് മാനേജർ അക്കൗണ്ട് വഴിയാണ്. പല ക്ലയന്റുകളെയും അവര് ഒറ്റ അമ്പർലയിൽ എനിക്ക് മാനേജ് ചെയ്യണം. ഇത് ആർക്കെങ്കിലും മനസ്സിലായോ എന്താണ് ഗൂഗിൾ ആഡ്സ് മാനേജർ അക്കൗണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് വർക്കിംഗ് മോഡൽ? ക്ലിയർ ആയോ? എനി ഡൗട്ട്? എനി ഡൗട്ട്? വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? ഇല്ല. കോൺസെപ്റ്റുകൾ ക്ലിയർ ആണോ? എന്താണ് ആഡ്സ് മാനേജർ അക്കൗണ്ട്, കസ്റ്റമർ ഐ ഡി? ഓക്കെ ഓക്കെ, ഇതാണ് കസ്റ്റമർ ഐ ഡി. കണ്ടേ, കസ്റ്റമർ ഐ ഡി ഇൻ ഗൂഗിൾ ആഡ്സ് ഇസ് എ യുണിക് ഐഡന്റിഫയർ. ഇത് ഏറ്റവും ടോപ്പ് റൈറ്റിലാണ് കസ്റ്റമർ ഐ ഡി ഇരിക്കുക. അപ്പൊ നിങ്ങൾ പറയണം, നിങ്ങൾ തന്നെ കുറച്ച് ഇത് ടെക്നിക്കലൊന്നും അല്ല. നിങ്ങൾ പറയണം, നിങ്ങൾ ഒരു അക്കൗണ്ട് കസ്റ്റമർ ഐ ഡി നിങ്ങൾക്ക് തരാം, നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്തോളൂ, നിങ്ങൾ അത് ക്യാമ്പയിൻ ചെയ്തോളൂ, ബഡ്ജറ്റ് കാര്യങ്ങൾ ആ രീതിയിൽ വേണം നിങ്ങൾ സംസാരിക്കാൻ. അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവണം. ക്ലിയർ ആയോ? അടുത്തതാണ് ബിഡിംഗ് സ്ട്രാറ്റജി. ബിഡിംഗ് സ്ട്രാറ്റജി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നതാണ് AI എന്ന് പറയുന്നത്, അല്ലെ? AI ടെക്നോളജി. എല്ലാ മേഖലയിലും AI ടെക്നോളജി ഉണ്ട്. ആഡ് ക്രിയേറ്റ് ചെയ്യണ AI ടെക്നോളജി ഉണ്ട്. ഗൂഗിളുകാർ തന്നെ നമുക്ക് വേണ്ടി ബിഡ് ചെയ്ത് തരും. AI ടെക്നോളജി ഉണ്ട്. ചിലപ്പോൾ നമുക്ക് തന്നെ അവരെ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ചെയ്തു തരും. നിങ്ങൾ ഇതൊന്നും ഒരു AIനെയും എസ്പെഷ്യലി ഇങ്ങനത്തെ ക്യാമ്പയിനോ മാർക്കറ്റിങ്ങിനോ ഉപയോഗിക്കരുത്. മാനുവലായിട്ട് ചെയ്താലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി കൺട്രോൾ ഉണ്ടാവും. അപ്പൊ ഏറ്റവും നിങ്ങളായാലും ക്ലയന്റിന്റെ അടുത്ത് പറയണം, നിങ്ങൾ ഏത് സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ബിഡിംഗ് സ്ട്രാറ്റജി ഏതാണ്? മാനുവൽ CPC എന്ന് പറഞ്ഞാൽ, അതായത് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ഗൂഗിളിന് കൊടുക്കാന്ന് പറഞ്ഞു. നിങ്ങൾ പറയാണ് ഒരു ക്ലിക്കിന് ഞാൻ 10 രൂപ ഇടാന്ന് പറയണം. ഒരു ക്ലിക്കിന് കൊടുക്കാന്ന് പറയണം. ഗൂഗിൾ അവിടെ കാണിക്കും, ആ ക്യാമ്പയിനിൽ കാണിക്കും, ഈ പർട്ടിക്കുലർ കീവേഡ് ബിഡ് ചെയ്യണമെങ്കിൽ മിനിമം 50 രൂപ ഇടണം. ഓരോ കീവേഡിനും ഓരോ മിനിമം ബെഞ്ച് മാർക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയണം, അന്ന് ഞാൻ 1 രൂപ കൊടുക്കാൻ തയ്യാറുള്ളൂ എന്ന് പറഞ്ഞാല് they won't show your ads. ഓരോ കീവേഡിനും അതിന്റെ കോമ്പറ്റീഷൻ അനുസരിച്ച് അവർ ഒരു മിനിമം ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആർക്കൊക്കെ മനസ്സിലായി? മിനിമം ബെഞ്ച് മാർക്ക്, അതായത് ഓരോ കീവേഡിൽ തന്നെ അവരത് കാണിക്കും. ഞാൻ അത് കാണിച്ചു തരാം.
എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ കണ്ട, ഇവിടെ കണ്ട, ഇവിടെ കണ്ട, ആവറേജ് CPC. ഈ കീവേഡിന്റെ ലോജിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇതിന്റെ ഒരു ക്ലിക്കിന് 44 രൂപയാണ്. ഇത് 46 ഇത് 35 കണ്ട, ഇത് 66 ഓരോ കീവേഡിനും ഓരോ റേറ്റാണ്. ഞാനിപ്പോ ഈ കീവേഡിന്റെ റേറ്റ് എടുത്ത് കുറച്ചിട്ടു എന്ന് വിചാരിക്കും. 20 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ഇവിടെ കാണിക്കും, ഇവിടെ എലിജിബിൾ എന്ന് കണ്ടോ, ഇവിടെ കാണിക്കും നിങ്ങളുടെ കീവേഡിന്റെ മിനിമം കാശ് ഇത്രയാണ്, എന്നാൽ മാത്രമേ നിങ്ങളുടെ ആഡ് വരുള്ളൂ എന്ന് കാണിക്കും. അതാണ് സ്റ്റേറ്റസ് എന്ന് പറഞ്ഞത്. നമുക്കറിയാൻ പറ്റും ഈ കീവേഡിന് എത്ര ക്ലിക്ക് വന്നു, എത്ര ഇംപ്രഷൻ വന്നു, ഇതിന്റെ CTR എത്രയാ, അല്ലെങ്കിൽ ഇതിന്റെ ക്വാളിറ്റി സ്കോർ എത്രയാ, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയാ. ഇതിന്റെ റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ കണ്ടോ, ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ക്ലിക്ക് കിട്ടി, എത്ര കോസ്റ്റ് ആയി എന്നുള്ളത്, ഏതൊക്കെ കീവേഡിനെ ക്ലിക്ക് കിട്ടിയാൽ. നിങ്ങൾ നിങ്ങളുടെ ക്ലയന്റിന്റെ അടുത്ത് റിപ്പോർട്ട് ചോദിക്കണം. അവർക്ക് ഒറ്റ ഡൗൺലോഡ് ആയിട്ട് ഷെയർ ചെയ്ത് തരാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഡൗൺലോഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, എനിക്ക് ഇത്രം കാണുമ്പോൾ അറിയാൻ പറ്റും ഇത്ര രൂപ സ്പെൻഡായി ഇത്ര ക്ലിക്ക് കിട്ടി എന്നുള്ളത്. ഇത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ക്ലിയർ ആയോ? അതുപോലെ തന്നെയാണ് ഏറ്റവും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ക്യാമ്പയിൻ നമ്മൾ ഡെയിലി ഒപ്റ്റിമൈസ് ചെയ്യണം. നമ്മൾ ഗൂഗിളിന്റെ ഇതിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഇതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ നിങ്ങളെ. എങ്ങനെയാണ് കീവേഡ് കണ്ടെത്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത്രയും ക്ലിയർ ആയല്ലോ? അടുത്ത സ്ലൈഡ് എന്തിട്ടാണ്, ഓൾ ഓഫ് ലാൻഡിംഗ് പേജ് അല്ലേ? ഓക്കെ. ഗൂഗിളിന്റെ ഇതിലുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് വെച്ചാല്, നമുക്കറിയാം ഏത് തരം കണ്ട, ഇവിടെ സെർച്ച് ടേം ഉണ്ട്, എന്താണ് കസ്റ്റമർ ശരിക്കും സെർച്ച് ചെയ്തില്ലേന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് റിയൽ സെർച്ച് ടേം ആണ്. ഏത് ടേം വച്ചിട്ടാണ് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഈ കീവേഡ് സെർച്ച് ചെയ്തു, ഇത്രയും ക്ലിക്ക് കിട്ടി. അതാണ് റിയൽ സെർച്ച് ടേം. അറിയാം ഇന്ന സാധനം സെർച്ച് ചെയ്ത്, അപ്പൊ നമുക്ക് തോന്നാണ് ഈ ലോജിസ്റ്റിക്സ് കോഴ്സ് സെർച്ച് ചെയ്തിട്ടാണ് വന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടത്, ഇറ്റ് ഇസ് ഫൈൻ. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഓക്കെ, ഇറ്റ് ഇസ് ഫൈൻ. STM ബ്രാൻഡിന്റെ പേരാ ലോജിസ്റ്റിക്സ് കോഴ്സസ്. ഒരാൾ ഇവിടെ സെർച്ച് ചെയ്യാണ് ഫ്രീ ലോജിസ്റ്റിക്സ് കോഴ്സസ് എന്നാണ് സെർച്ച് ചെയ്തെന്ന് വിചാരിക്കുക. സപ്പോസ് ഫ്രീ ലോജിസ്റ്റിക്സ് കോഴ്സസ്, നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫ്രീ എന്ന് പറയുന്ന ടേം എടുത്ത് നെഗറ്റീവിൽ ഇടണം. അപ്പൊ ആരെങ്കിലും ഫ്രീ ലോജിസ്റ്റിക്സ് കോഴ്സ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആഡ് വരില്ല. കാരണം അവർ നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ അല്ല. അതിനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യണം എന്ന് പറയുന്നത്. ഡെയിലി നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം. ഏതൊക്കെ കീവേഡിൽ നിന്നാണ് നമുക്ക് വിസിറ്റർ വന്നിരിക്കുന്നത്, അത് നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യണം. ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഇത് ഇന്നത്തെ സെർച്ചാണ്. ഇന്നത്തെ വേണം എടുക്കാം. ഇവിടെ 2 ഡേ എടുക്കാം. ഉണ്ടോ? ബ്ലിറ്റ്സ് അക്കാഡമി എന്നാണ് അവരുടെ ഒരു കോമ്പറ്റീറ്റർ ആണ്. വെയർ ഹൗസ് മാനേജ്മെന്റ് കോഴ്സ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ബ്ലിറ്റ്സ് ഇതിപ്പോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് കീവേഡ് തോന്നാണ് ഇത് ഇറലവന്റ് കീവേഡ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് വേണമെങ്കിൽ ഈ നാളെ തൊട്ട് ഇങ്ങനത്തെ കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആഡ് ബ്ലോക്ക് ചെയ്യാം. അതിനാണ് ഒപ്റ്റിമൈസ് ചെയ്യണം. ഡെയിലി നമ്മൾ ചെക്ക് ചെയ്യണം ഏതൊക്കെ കീവേഡിൽ നിന്നാണ് നമുക്ക് വിസിറ്റർ വന്നിരിക്കുന്നത്. നമുക്ക് ചില ടേമുകൾ കാണുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ ബിസിനസ് ആയിട്ട് ബന്ധമുള്ള ടേംസ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഈ ടേമിൽ നോക്കി കഴിയുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ കീവേഡ് സെർച്ച് ചെയ്യണവൻ നമ്മുടെ പ്രൊഡക്റ്റുമായി യാതൊരു ബന്ധമില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും.
ക്ലിയർ ആയോ? ആ തിരിച്ചറിയുമ്പോൾ നമുക്ക് അതിനെ വീണ്ടും വേണമെങ്കിൽ ഒഴിവാക്കാം. അങ്ങനെ ഒഴിവാക്കി നമുക്കൊരു ഘട്ടത്തിൽ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും, ഇന്നൊരു 50 ക്ലിക്ക് കിട്ടി. ഈ 50 ക്ലിക്കും റെലവന്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് എൻക്വയറി വന്നു, നമുക്ക് അതിൽ നിന്ന് അഡ്മിഷൻ വന്നു. ആ ഒരു ലെവൽ എത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾ കൂട്ടാവൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? ഇത്ര നേരം ഞാൻ കാണിച്ചു തന്നത് മനസ്സിലായോ? അല്ലെങ്കിൽ ഒന്നും കൂടി പറയണമെങ്കിൽ പറയാം. ക്ലിയർ ആയോ? ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? വെരി ഗുഡ്. അതിനെയാണ് ക്യാമ്പയിൻ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയാ. ഒപ്റ്റിമൈസ് ചെയ്ത ഒരു ലെവൽ എത്തിയതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് സ്കെയിൽ അപ്പ് കറക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു 1 week to 10 days നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. എല്ലാ ദിവസവും എവറി ഡേ നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്താണ് ഹാപ്പനിങ് ചെയ്യുന്നത്, ഏതൊക്കെ കീവേഡിൽ നിന്നാണ് വന്നിരിക്കുന്ന കീവേഡിൽ നിന്ന് എൻക്വയറി വരുന്നുണ്ടോ, പ്രോബ്ലംസ് എല്ലാം സെറ്റാണ്. സെറ്റ് ആയതിനു ശേഷം പിന്നെ അങ്ങോട്ട് സ്കെയിലപ്പ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് എങ്ങനെ എൻക്വയറി എണ്ണം കൂട്ടാം, അല്ലെങ്കിൽ കൺവേർഷൻ റേറ്റ് കൂട്ടാം, സ്കെയിലപ്പ് ചെയ്യാം, ലീഡ് കൗണ്ട് കൂട്ടാം. ഇതൊന്നും ആരും ചെയ്യുന്നില്ല. നിങ്ങളൊരു ബഡ്ജറ്റ് ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് എല്ലാവരും. ഇതാണ് എന്റെ ബഡ്ജറ്റ്. ഞാൻ ഈ ബഡ്ജറ്റുമ്പോൾ തൊട്ടുള്ള പരിപാടിയില്ല. ബഡ്ജറ്റിനാണ് അതിന്റെ ഗെയിം ഇരിക്കുന്നത്. തുടക്കം തന്നെ കൊണ്ടേ ബഡ്ജറ്റ് ഇടരുത്. ഇട്ടിട്ട് പഠിച്ച് നിങ്ങളായാലും അവരോട് ചോദിക്കണം. നിങ്ങൾ ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾ അവരോട് ചോദിക്കണം. അവരൊന്ന് ഷെയർ ചെയ്തിട്ട് ചോദിക്കണം, ഏതൊക്കെ കീവേഡിൽ നിന്നാണ് ഞങ്ങൾക്ക് ക്ലിക്ക് കിട്ടിയത്, പ്ലീസ് ഷെയർ ദാറ്റ് ലിസ്റ്റ്. കാരണം ബിസിനസ് ഓണറിന് അറിയുള്ളൂ ആ കീവേഡ് സെർച്ച് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധമുള്ളവനാണോ അല്ലേ എന്ന് ഒരു ബിസിനസ് ഓണർക്കേ അറിയൂ. അപ്പൊ നിങ്ങൾ അവരടുത്ത് റിപ്പോർട്ട് ചോദിക്കണം. അതുകൊണ്ടാണ് എന്തൊക്കെ തരം റിപ്പോർട്ട് അവരോട് ചോദിക്കുക, ആ ക്യാമ്പയിന്റെ റിപ്പോർട്ട് തരാം. ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണം ഏതൊക്കെ കീവേഡിൽ നിന്നാണ് ഞങ്ങൾക്ക് ക്ലിക്ക് വന്നിരിക്കുന്നത്, ആ ക്ലിക്ക് റെലവന്റ് ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഇന്ന കീവേഡിൽ നിന്ന് ഞങ്ങൾക്ക് ക്ലിക്ക് വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് നോട്ട് റെലവന്റ് ടു അവർ ബിസിനസ്. അപ്പൊ ഇന്ന് തൊട്ട് ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഡോണ്ട് ഡിസ്പ്ലേ അവർ ആഡ് ഫോർ ദോസ് കീവേഡ്സ്. അതിനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യണത്. വൺസ് നിങ്ങൾ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ എൻക്വയറീസ് ഇങ്ങനെ ഫ്ലോ ഒഴുകിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണോ? ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് ബിഡിങ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് കീവേഡുകൾ, ഏതൊക്കെ കീവേഡുകൾ സെർച്ച് ചെയ്തിട്ടോ വന്നിരിക്കുന്നത്, ഇതിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടിയോ? അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് കീവേഡ്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു ഗൂഗിൾ ആഡ്, ഇതിന്റെ അഡ്വാൻറ്റേജ്, ബെനിഫിറ്റ്. ഓക്കെ, അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതല്ല, റോൾ ഓഫ് എ ലാൻഡിംഗ് പേജ്. ഒട്ടുമിക്കവരും 99% ആൾക്കാരും ഇപ്പോഴും ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, നിങ്ങളും ചെയ്യുന്നുണ്ടാവാം. ഇതൊന്ന് വായിക്കുക എല്ലാവരും. അതായത് നിങ്ങൾ ക്യാമ്പയിൻസുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ലാൻഡിംഗ് പേജ് ഉണ്ടാക്കും. ഒരിക്കലും ചെയ്യാൻ പാടില്ല പ്രാക്ടീസ്. സെപ്പറേറ്റ് ലാൻഡിംഗ് പേജ് ഉണ്ടാക്കരുത്. നിങ്ങളുടെ തന്നെ ഓരോ കോഴ്സിന്റെയും പേജ് ഉണ്ടാവും നിങ്ങളുടെ വെബ്സൈറ്റിൽ. ഈ പേജ് ലാൻഡിംഗ് പേജ് പോലെ ഡിസൈൻ ചെയ്യണം. വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും ഒരു ലാൻഡിംഗ് പേജ് ഉണ്ടാക്കുന്നു, അവിടേക്ക് നിങ്ങളുടെ ഉദ്ദേശത്തിന് കസ്റ്റമർ വരണ ലാൻഡിംഗ് പേജിൽ വരണം, എൻക്വയറി നടത്താൻ തിരിച്ചു പോകണം എന്നാണ്. അവർക്ക് ഒരുപാട് ഇൻഫോർമേഷൻ അറിയണം, അവർക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിയണം, പല കാര്യങ്ങളും അറിയണം. ക്ലിയർ ആയോ? അല്ലാതെ അവർ ജസ്റ്റ് എൻക്വയറി എടുത്തിട്ട് പോകാനല്ല.
അവർക്ക് അഡ്മിഷൻ എടുക്കണം, പഠിക്കണം, അവർ പല കാര്യങ്ങൾ അറിയാൻ വേണ്ടി വരുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ ഓരോ പേജും നിങ്ങളുടെ വെബ്സൈറ്റിൽ ഉണ്ടാക്കുന്ന ഓരോ കോഴ്സിന്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് BBA അതിനൊരു പേജ് ഉണ്ടാക്കുക സൈറ്റിൽ തന്നെ, MBAക്ക് വേറൊരു പേജ് ഉണ്ടാക്കുക, BComന് വേറെ പേജ് ഉണ്ടാക്കുക, PhDക്കാണ് വേറെ പേജ് ഉണ്ടാക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വേറെ പേജ് ഉണ്ടാക്കുക, ലോജിസ്റ്റിക്സ് ആണ് വേറെ പേജ് ഉണ്ടാക്കുക. ആ പേജ് എല്ലാം ഇറ്റ് ലുക്ക് ലൈക്ക് എ ലാൻഡിംഗ് പേജ്. ഒരു ലാൻഡിംഗ് പേജിന്റെ പ്രത്യേകത എന്നിട്ടാ അതിലൊരു എൻക്വയറി ഫോം ഉണ്ടാവണം, ടെസ്റ്റിമോണിയൽ ഉണ്ടാവണം, FAQ ഉണ്ടാവണം, കോഴ്സിന്റെ കണ്ടന്റുകൾ ഉണ്ടാവണം, കോഴ്സിന്റെ ഡ്യൂറേഷൻ ഉണ്ടാവണം, ഫീസ് ഉണ്ടാവണം, എല്ലാ ഇൻഫോർമേഷൻസ് ഉണ്ടാവണം. അവർക്ക് ദേ വാണ്ട് ടു സീ എവറിത്തിങ്. അപ്പൊ നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ലിയർ ആയോ? ഞാനിപ്പോ പറഞ്ഞ പോയിന്റ് ആർക്കൊക്കെ മനസ്സിലായി? മനസ്സിലായോ? ഇത് നിങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡ് നിങ്ങളുടെ സൈറ്റിൽ BBAയുടെ പേജ് ഉണ്ടാവും, MBA ഉണ്ടാവും കാര്യം. ഇപ്പൊ BBAയുടെ കോഴ്സ് ചെയ്യുമ്പോൾ BBAയുടെ ലാൻഡിംഗ് പേജിലേക്ക് ആയിരിക്കണം പോണ്ടേ, MBAയുടെ ചെയ്യുമ്പോൾ MBAയുടെ ലാൻഡിംഗ് പേജിലേക്ക് ആയിരിക്കണം പോണ്ടേ. അപ്പോഴാണ് നിങ്ങളുടെ ക്വാളിറ്റി സ്കോർ കൂടൂ. അതാണ് ഞാൻ ക്വാളിറ്റി സ്കോറിനെ കുറിച്ച് തുടക്കം പറഞ്ഞത്. നിങ്ങൾ BBA എന്ന് അടിച്ചു ആഡുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ MBAയുടെ പേജിലേക്ക് പോകരുത്. അപ്പോഴാണ് ക്വാളിറ്റി സ്കോർ കൂടുന്നത്. എവരിബഡി ഈസ് ക്ലിയർ? അത്യാവശ്യം ഒരു ഐഡിയ ആയോ? ഇനി ഞാൻ ഇന്നലെ നിങ്ങൾ കാണിച്ചു തന്നായിരുന്നു എങ്ങനെയാണ് കീവേഡ് കണ്ടെത്തുന്നത്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത്. കീവേഡ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുവരെ ഗൂഗിൾ ആഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. നിങ്ങൾ സ്റ്റുപ്പിഡ് ആയിക്കോട്ടെ, നിങ്ങൾ ഡോണ്ട് വറി, നിങ്ങൾ എല്ലാവരോടും പഠിക്കാൻ വരുന്നതാണ്. നിങ്ങൾ ഡൗട്ടുകൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഞാൻ അത്യാവശ്യം ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾ കുറെ ക്ലാരിറ്റി വന്നു. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയാമോ വോയിസിലായാലും? ഓരോരുത്തരൊന്ന് പറയാമോ പ്ലീസ്? നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണോ, അല്ലെങ്കിൽ ക്ലാരിറ്റി ഉണ്ടോ? ചോദിച്ചോളൂ, ഷുഹൈബ് സാറെ ചോദിക്കൂ പ്ലീസ്. ചോദിച്ചോളൂ സാറേ. Yeah, sir told me about different landing page for different courses. അതെ, എന്താണ്? ഓരോ കോഴ്സിനും ഓരോ ലാൻഡിംഗ് പേജ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ബട്ട് നമ്മുടെ എൻക്വയറി ഫോം എന്ന് ഒരെണ്ണമല്ലേ കാണത്തുള്ളൂ. അപ്പം അതെങ്ങനെ എൻക്വയറി ഫോം ഒരെണ്ണമല്ലേ കാണത്തുള്ളൂ വെബ്സൈറ്റില്? അതാണ് ആ തെറ്റിദ്ധാരണ മാറ്റാനാണ്. നല്ല ചോദ്യം സാർ. അങ്ങനെ ഒരു നിയമം, ഒരു എൻക്വയറി ഫോമേ ഒരു വെബ്സൈറ്റിൽ പാടുള്ളൂ. അപ്പൊ അതെങ്ങനെ സെറ്റപ്പ് ചെയ്യും? അത് ഡെവലപ്പറോട് പറയണം. അപ്പൊ ഓരോന്നിനും ഓരോ ഇത് ചെയ്യണം. എക്സാക്ട്ലി. ഓരോ പേജും നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ MBAക്ക് ഒരു MBA എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ MBAക്ക് മാത്രം നിങ്ങൾക്ക് ഒരു സൈറ്റിൽ തന്നെ ഒരു പേജ്, ചിലപ്പോൾ MBAയുടെ ക്ലിക്ക് ചെയ്യുമ്പോൾ MBAയുടെ ഇൻഫോർമേഷൻ ആയിരിക്കും വരുന്നത്. എനിക്കറിയില്ല നിങ്ങളുടെ വെബ്സൈറ്റിന്റെ സ്ട്രക്ചർ എന്ന് അറിയില്ല. ഇപ്പൊ MBA എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ MBAയുടെ ഇൻഫോർമേഷൻ ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ MBA തന്നെ നിങ്ങൾ പല യൂണിവേഴ്സിറ്റിയിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ബെറ്റർ ടു ഹാവ് ഒരു സിംഗിൾ പേജ് ഉണ്ടാക്കാം MBAക്ക് വേണ്ടിയിട്ട്. അതിൽ MBAയുടെ ഇൻഫോർമേഷൻസ് കാണിക്കുക, അതിലൊരു എൻക്വയറി ഫോം ഇടുക. ക്ലിയർ? ഇനി BBAയുടെ ഉണ്ടെങ്കിൽ BBAക്ക് തന്നെ ഉണ്ടാക്കുക. അല്ലാണ്ട് MBAക്ക് പഠിക്കാൻ തന്നെ പോയി BBAക്ക് ജോയിൻ ചെയ്യുന്ന എനിക്ക് തോന്നണില്ല. അങ്ങനെ വരില്ലല്ലോ സാറേ, ശരിയാണോ? യെസ്. പക്ഷെ നമ്മളൊരു വെബ്സൈറ്റില് കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതില് സാധാരണ നോർമലി
അതൊരു നോർമൽ സൈറ്റ് ആഡ് ചെയ്യാത്ത അങ്ങനത്തെ സാഹചര്യങ്ങൾ ആഡ് അല്ല, അതൊരു പഴയ കോൺസെപ്റ്റ് ആണ് സാറേ. അത് SEO ഗൂഗിൾ ആഡ് ഒക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തരും പർട്ടിക്കുലർ പേജിലേക്ക് നമുക്ക് കസ്റ്റമറെ കൊണ്ടുവരാം. അവൻ ആ പർട്ടിക്കുലർ പേജിൽ വന്ന് പിന്നെ എൻക്വയറി എടുത്താൻ വേണ്ടി വീണ്ടും കോൺടാക്ടേഴ്സ് പേജ് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അങ്ങനെ അത്ര ടൈം എടുക്കാൻ അവിടെ തന്നെ കൊടുക്കണം അല്ലേ? എക്സാക്ട്ലി. ചിലപ്പോ കോൺടാക്ടേഴ്സ് പേജ് പോയിട്ട് കണ്ടില്ല, അവൻ ചിലപ്പോ എക്സിറ്റ് അടിച്ചു പോകും വെബ്സൈറ്റിൽ നിന്ന്. ഒരു എക്സാമ്പിൾ, ഒരു വെബ്സൈറ്റ് എന്തെങ്കിലും ഒന്ന് ഏത് സൈറ്റ് എടുത്തു സാറേ? ഡെഫിനറ്റ്ലി ഈ സൈറ്റിന്റെ പ്രത്യേകത ഉണ്ടോ? ഹോം പേജ് ഏത് പേജ് എടുത്താലും പോപ്പപ്പ് ആണ് ആദ്യം. കണ്ടോ? ഇതിൽ തന്നെ എല്ലാരും കിട്ടാണ്. നമ്പർ 1 ലോജിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ക്യാമ്പസ് എൻക്വയറി, പോപ്പപ്പ് ആണ് ആദ്യം വരുന്നത്. ഇനിയിപ്പോ ഇതിന്റെ ഒരു പേജ് എടുത്തു തരും, കോഴ്സിന്റെ പേജ് എടുത്തു. ഇത് PG പ്രോഗ്രാം ആണ്. ഓക്കെ, ഈ PG പ്രോഗ്രാം എടുത്തു. ഇവിടെ തന്നെ കണ്ട രജിസ്റ്റർ നൗ, എൻക്വയറി, ഫോൺ നമ്പർ, കോണ്ടാക്ട്, മൊബൈൽ നമ്പർ, വാട്സപ്പ്. ഇവിടെ രജിസ്റ്റർ നൗ എടുത്തു. ബുക്ക് യുവർ സീറ്റ്. കണ്ട, ഇത് വേറെ MBAയുടെ പേജാണ്. ഒരു പേജിൽ വന്നു കഴിഞ്ഞപ്പോ എന്റെ സൈറ്റ് എടുത്ത് കാണിച്ചു തരാം. എന്റെ ഹോം പേജിൽ തന്നെ എൻക്വയറി ഫോം വെച്ചേക്കാണ് ഞാൻ. മനസ്സിലായി? കോൺടാക്ട് സെന്റർ വന്നില്ല, നമ്മളെ എൻക്വയറിക്ക് വേണ്ടിയാണ് ചെയ്തത്. ഹോം പേജിൽ തന്നെ എൻക്വയറി ആണ്. ഇനിയിപ്പോ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡെപ്ത് എന്ന് പറഞ്ഞ പേജ് എടുത്തു. ഇതൊരു കോഴ്സിന്റെ പേജാ. വീണ്ടും പോപ്പപ്പിൽ അത് വന്നു. വീണ്ടും ഇവിടെ തന്നെ എൻക്വയറി ഫോം കണ്ടു റൈറ്റ് സൈഡില്. ഡെഫിനറ്റ്ലി കോൺടാക്ടേഴ്സ് പേജ് തന്നെ ഉണ്ടാവും. പക്ഷെ ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ പേജിൽ തന്നെ കിട്ടാണ്. കോൺടാക്ടേഴ്സിൽ ഉണ്ടാവും, കോൺടാക്ടേഴ്സിൽ ഇരുന്നോട്ടെ, എൻക്വയറി ഫോം ഇരുന്നോട്ടെ, ദാറ്റ് ഇസ് ഫൈൻ. ഓക്കേ സർ, ക്ലിയർ ആയോ? യെസ്. അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. I want to appreciate the person who called up, said the question, and sir, you've really done a good job training us properly. Thank you. ഓക്കെ, അപ്പൊ ഇതൊരു അത്യാവശ്യം ഒരു ഐഡിയ ആയാലോ? എന്താണ് ലാൻഡിംഗ് പേജ്, അല്ലെങ്കിൽ എന്താണ് ഗൂഗിൾ ആഡ്സ്, അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക പ്ലീസ്. ആള് നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഡൗട്ടാണത്. എല്ലാവരും ചെയ്തു വെച്ച, എല്ലാവരും പഴയ കോൺസെപ്റ്റ് ഇങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ പാടുള്ളൂന്നല്ല. നമുക്ക് എൻക്വയറി കിട്ടണം. നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് എൻക്വയറി കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മുടെ ആവശ്യം എൻക്വയറി ഉണ്ടാക്കാന്നുള്ളതാണ്. നമ്മുടെ വെബ്സൈറ്റിൽ ഒരു വിസിറ്റർ വരുമ്പോൾ അവരെ പല രീതിയിൽ അവരെ എൻക്വയറി കിട്ടാവുന്ന എല്ലാ കംഫർട്ടിലും നമ്മൾ സെറ്റ് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് എങ്ങനെ കീവേഡുകൾ കണ്ടെത്താം എന്നുള്ളത് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ പ്ലീസ്. Can we keep changing the keywords on a website if it's not giving good result? നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഒരു ഇതുണ്ട്. ഒന്നും കൂടി ഒന്ന് വോയിസിൽ ചോദിക്കാമോ? മാഡം. ഡൗട്ട് എന്ന് വെച്ചാല്, ഇപ്പം നമ്മളെ വെബ്സൈറ്റില് സെർച്ച് എഞ്ചിൻ SEO ബേസ് ചെയ്ത് നമ്മള് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ക്യാമ്പയിനില് ഈ പറഞ്ഞ കണക്ക് അത് കസ്റ്റമേഴ്സ് കറക്റ്റ് നമ്മളെ വേർഡ്സ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വേറെ ലൈക്ക് പറഞ്ഞ കണക്ക് റീവാമ്പ് ചെയ്ത് പുതിയ SEO ബേസ് ചെയ്ത് വേർഡ്സ് ചേഞ്ച് ചെയ്യുന്ന നല്ലതാണോ സൈറ്റില്? പിന്നെ
നിങ്ങളുടെ ആ ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്കൊരു ഇൻകം എവിടെ ഇതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ വന്നിട്ടില്ല. അതാണ് ആ ചോദ്യം വന്നത്. ഞാൻ നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. ഞാൻ വേറെ നല്ല രീതിയിൽ പറയാം. നിങ്ങളുടെ ചോദ്യം എനിക്ക് ക്ലിയർ ആയി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ തുടക്കം പറഞ്ഞ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് കീവേഡ് കണ്ടെത്തുക. റൈറ്റ് കീവേഡ് കണ്ടെത്തിയിട്ട് അത് റാങ്ക് വരുന്നില്ല എന്നർത്ഥം നിങ്ങൾക്ക് കീവേഡ് മാറ്റാൻ പറ്റുന്നില്ല. ആ കീവേഡ് റാങ്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവ്. കാരണം ആ കീവേഡാണ് നിങ്ങളുടെ കീവേഡ്. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ചില ഏജൻസിക്കാർ വന്നിട്ട് പറയും ഞങ്ങൾ ഇന്ന കീവേഡ് ഒക്കെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കീവേഡ് റാങ്ക് ചെയ്തില്ല. ക്ലിയർ? നിങ്ങൾ പറഞ്ഞു, വെരി ഗുഡ്. അപ്പൊ ഒരു ഏജൻസി വന്നിട്ട് പറയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു 10 കീവേഡ് ഫസ്റ്റ് റാങ്ക് ആക്കി തരാന്ന് പറയാണ്. നിങ്ങൾ അതിൽ ചാടി പിടിക്കും. കാരണം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് വന്നിട്ടില്ല. ഫസ്റ്റ് ഒരു 10 കീവേഡ് നിങ്ങൾക്ക് റാങ്ക് ചെയ്ത് തരുകയും ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ക്ലിക്ക് പോലും കിട്ടില്ല. കാരണം ആരും സെർച്ച് ചെയ്യണില്ല, കോമ്പറ്റീഷൻ ഇല്ല. അതാണ് തുടക്കം ഞാൻ ആ പോയിന്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. കീവേഡ് മാറ്റിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ കീവേഡ് നിങ്ങളുടെ ബിസിനസ്സുമായി റെലവെന്റ് ആണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്ന ഏജൻസിനെയാണ് മാറ്റേണ്ടത്. കാരണം നിങ്ങൾക്ക് അവർക്ക് ചെയ്യുന്ന റാങ്ക് കയറുന്നില്ല. കീവേഡ് മാറ്റുക എന്നുള്ളതല്ല. ആരാണോ ചെയ്യുന്നത് അവർക്ക് ഇതിനെ കുറിച്ച് അറിയുന്നില്ല, കൃത്യമായി ഗൈഡ് ചെയ്യുന്നില്ല. ആ കീവേഡ് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധമുള്ളതാണെങ്കിൽ ഒരിക്കലും മാറ്റരുത്. ആ കീവേഡ് നിങ്ങൾ റാങ്ക് ചെയ്യിപ്പിക്കാനാണ് നിങ്ങളുടെ കഴിവ്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് റാങ്ക് ചെയ്യാൻ പറ്റില്ലേ, ഗൂഗിൾ ആഡ് ചെയ്യുക. ഗൂഗിൾ ആഡ് ചെയ്താൽ ആ കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ നാളെ തന്നെ നിങ്ങളുടെ ആഡ് ടോപ്പിൽ വരും, എസ്ഇഒന്റെ മുകളിൽ വരും. Okay, we can use that. Okay, Google Ads. Fine. Got it. Exactly. Yes. ഗുഡ് ചോദ്യം. നിങ്ങൾ ഇങ്ങനത്തെ കുഞ്ഞു നിങ്ങൾ മനസ്സിലേക്ക് അവിടെ ഡൗട്ട് ഉണ്ട്, അത് നിങ്ങൾ ഓപ്പൺ ആൻ ചെയ്യാൻ പറഞ്ഞതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ആ തോട്ടും ആ ഡയറക്ഷൻ ലെവൽ തന്നെ കറക്റ്റ് ആക്കി കിട്ടാനാണ് ഞാൻ ഇതൊക്കെ ഓരോന്നും ചോദിക്കുന്നത്. എല്ലാവരോടും ചോദിക്കുന്നു പറയണ. ഇപ്പൊ നേരത്തെ സാറ് ചോദിച്ചിട്ടുണ്ടല്ലോ കോൺടാക്ട് പേജിൽ മാത്രം എനിക്ക് ഒരു അങ്ങനെയൊന്നുമില്ല. അങ്ങനെയില്ല. അങ്ങനെ തെറ്റാണത്. ആരാണ് ഒരു സൈറ്റിൽ വന്നിട്ട് കോൺടാക്ടേഴ്സ് ഫോം അന്വേഷിച്ച് ചിലപ്പോൾ 10 മിനിറ്റ് എടുക്കും. അവനപ്പോൾ തന്നെ എക്സിറ്റ് അടിച്ച് പോകും. ആൾക്കാർ ക്ഷമയില്ലാത്തവരാണ്. വരുന്നു മാക്സിമം ഇൻഫർമേഷൻ ഇട്ട് കൊടുക്കുക, അവരെ എത്രയും യൂസർ ഫ്രണ്ട്ലിയാക്കി ചെയ്യാം. അതാണ് ഞാൻ എസ്റ്റിഒ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യേണ്ടത്. യൂസറെ എത്രയോ എളുപ്പമാക്കാൻ പറ്റണം. ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യണം, ഇൻഫോർമേഷൻസ് കൊടുക്കുക, അവർക്ക് അവരെ എൻക്വയറി നടത്തണമെങ്കിൽ ആ സാധനം കൃത്യമായിട്ട് കാണിക്കുക. ഇതാണ് യൂസർ ഫ്രണ്ട്ലി ആക്കണമെന്ന്. ഗുഡ്. ഓക്കെ. അത്യാവശ്യം നിങ്ങൾ ഇതുപോലെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക പ്ലീസ് കേട്ടോ. ഇനി ഞാൻ എങ്ങനെയാണ് കീവേഡുകൾ കണ്ടെത്തുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങളിത് ഇങ്ങനത്തെ ഡൗട്ട് ഇതൊക്കെ ചോദിക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ചിലപ്പോൾ ഒരു ഏജൻസിക്ക് നിങ്ങളിത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളെ ഏജൻസിനെ വിശ്വസിച്ചിരിക്കുന്നുണ്ടാവും. അവരെല്ലാം ചെയ്യുന്നത്. അങ്ങനെയൊന്നും അവരാരും ചെയ്യാൻ പോണില്ല. നിങ്ങൾ തന്നെയാണ് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടത്. ഈ ഗൂഗിൾ ആഡ്സിൽ തന്നെ ഒരു ടൂൾ ഉണ്ട്, കീവേഡ് പ്ലാനർ. എല്ലാവരും കാണാൻ പറ്റണ്ടല്ലേ? ഇവിടെ കണ്ട ഡിസ്കവർ ന്യൂ കീവേഡ് എന്നുണ്ട്. ഗെറ്റ് കീവേഡ് ഐഡിയാസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു റീച്ച് പീപ്പിൾ ഇൻട്രസ്റ്റ്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതേപോലെ ഗെറ്റ് സെർച്ച് വോളിയം ഉണ്ട്, കണ്ടോ? ഗെറ്റ് സെർച്ച് വോളിയം ആൻഡ് അതർ ഹിസ്റ്റോറിക്കൽ മെട്രിക്സ്. സെർച്ച് വോളിയം കിട്ടുമെങ്കിൽ അതോട് ക്ലിക്ക് ചെയ്യാം. ഡിസ്കവർ ന്യൂ കീവേഡ് ആണെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലോജിസ്റ്റിക് കോഴ്സസ് സെർച്ച് ചെയ്യാം. ഗെറ്റ് റിസൾട്ട് അടിക്കുക. ഇതുണ്ടോ?
ലോജിസ്റ്റിക്സ് കോഴ്സസ് എന്ന് പറഞ്ഞ ടേം ആവറേജ് മന്ത്ലി സെർച്ചസ് 12%. ഇനി ഇതിന്റെ പലതരം അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡുകൾ കാണാം. ലോജിസ്റ്റിക്സ് ഡിഗ്രി, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, MBA ഇൻ ലോജിസ്റ്റിക്സ്. എത്ര പേര് സെർച്ച് ചെയ്യുന്നു? ഇത് ഗൂഗിൾ ആയിട്ടാണ്, വേർഡിന്റെ റാങ്കിങ് ആണ് കാണിക്കുന്നത്. മനസ്സിലായി? അതറിയാം, അറിയാം. ക്ലിയർ ആയോ? ഇതാണ് എന്നോട് ചോദിച്ചത്. ഏതൊക്കെ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ടേം വെറുതെ കൊടുത്താൽ മതി. അതുമായി ബന്ധമുള്ള എല്ലാ സെർച്ചുകളും കാണിക്കും, എത്ര വോളിയവും കാണിക്കും. കണ്ടോ? അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും. ഇതാണ് എന്നോട് എല്ലാരും ചോദിച്ചല്ലേ കീവേഡ് ടൂള്. ഇതാണോ ചോദിച്ചേ? ഗുഡ്. അത്യാവശ്യം ഒരു ഐഡിയ ആയോ എന്താണ് ഗൂഗിൾ ആഡ്സ്? അതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി വന്നോ? എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കണം മിസ്റ്റേക്ക് കാര്യങ്ങൾ. ഇങ്ങനത്തെ ഇപ്പൊ ഈ സെഷൻസ് ഒക്കെ ഇതുപോലെ പല സെഷൻ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. നിങ്ങളുടെ തോട്ട് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ലെവലിൽ പോകാൻ പറ്റൂ. കാരണം എല്ലാ കസ്റ്റമറും ഇന്റർനെറ്റിലാണ്. നിങ്ങൾ പറയണം അവർ ചെയ്തോളൂ ഇവർ ചെയ്തോളും പറഞ്ഞ കാര്യം. നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടായാലാണ് നിങ്ങൾ അവരെ ഗൈഡ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും അവരായിട്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനും അവർ പറയുന്ന ലാംഗ്വേജുകൾ മനസ്സിലാവാനും നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ രീതിയിൽ ക്ലാസ്സിൽ ഞാൻ അവതരിപ്പിച്ചത്. കാരണം നിങ്ങൾ പലരും ചെയ്യുന്നുണ്ടാവും, പലവരായിട്ടും ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ്, ഇതാണ് ശരി തെറ്റെന്നൊക്കെ അറിഞ്ഞാലാണ് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുമോ. ക്ലിയർ? അതുകൊണ്ടാണ് ഞാൻ തുടക്കം പറഞ്ഞത്. ഇപ്പൊ നേരത്തെ നിങ്ങൾ ചോദിച്ചതായാലും ഇപ്പൊ ജോയ് സാറ് ചോദിച്ചത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഡൗട്ടാണ്. നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതന്നെ നിങ്ങളുടെ മാറാൻ നിങ്ങൾ ഗുണം കിട്ടുക, അത് നിങ്ങൾ ചോദിക്കാനും പറയുന്നത്. അതിനെ തുടക്കം തന്നെ ഫസ്റ്റ് പറഞ്ഞ കീവേഡിന്റെ ഇമ്പോർട്ടൻസ്. എന്തുകൊണ്ട് കീവേഡ് കണ്ടെത്തണം? ആ കീവേഡിന്റെയാണ് കളി. കാരണം ആ കീവേഡാണ് റെലവൻറ്റ്. കീവേഡ് മാറ്റി കഴിഞ്ഞ് പോയി. കീവേഡ് ടോപ്പിക് കൊണ്ടുവരും, അല്ലെങ്കിൽ അത് ആ കീവേഡ് വഴി നിങ്ങൾ ആ കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രസൻസ് കാണിക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് എൻക്വയറി വരും, ബിസിനസ് വരും, വ്യത്യാസങ്ങൾ വരും. ക്ലിയർ? വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ ഇതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സോഷ്യൽ മീഡിയനെ കുറിച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ. ഓക്കെ, അപ്പൊ എല്ലാവരും എൻജോയ് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയാട്ടോ, പേഴ്സണലി പറയാം, അല്ല ഇങ്ങനെയാണ് നമ്മുടെ ആവശ്യം ഇതൊക്കെയാണെന്ന് എനിക്ക് പറയാം. ഓക്കെ, ഞാനതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അടുത്തടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഇൻപുട്ടൊക്കെ ചോദിക്കുന്നത്. ഇന്നലെ വേറൊരാള് വാട്സപ്പ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു സാർ, അത് പറയാമെന്ന് പറഞ്ഞായിരുന്നു. നാളെയെങ്കിലും അത് നാളെ അല്ല, അതിന്റെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ. ഓക്കെ ഓക്കെ, എന്റെ മനസ്സിലുണ്ടത്. ഞാനത് ഡെഫിനറ്റ്ലി വാട്സപ്പ് മാർക്കറ്റിംഗ് ഞാനത് കവർ ചെയ്യും. ഓക്കെ സാർ, താങ്ക് യു. വാട്സപ്പ് മാർക്കറ്റിങ്ങിന്റെ ക്ലാസ് എടുക്കുന്നതാണ്, ഫുൾ സെറ്റാണത്. വാട്സപ്പ് മാർക്കറ്റിംഗ് ഒരുപാട് അപ്ലൈ ചെയ്യുന്നതാണ്. നിങ്ങളായാലും ഞാൻ വാട്സപ്പ് മാർക്കറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്, ഓരോ ക്ലാസ് നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലകൾ കണക്ട് ചെയ്ത് പോകും. നാളെ സോഷ്യൽ മീഡിയ, അത് കഴിഞ്ഞും അത് തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക, അതനുസരിച്ച് കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തുക, അങ്ങനെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സി യു ടുമോറോ. ഇതിന്റെ ഞാൻ റെക്കോർഡ് ക്ലാസ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടോളാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു.